ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. 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 ഈ ലോകത്തിൽ വന്നേശു എന്റെ മാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പാടുകൾ നിജമരണവും. ഈ ലോകത്തിൽ വന്നേശു എന്റെ മാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പാടുകൾ നിജമരണവും. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. യേശുവേ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഈ വിശുദ്ധ പകൽക്കാലം കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചു വരാവുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ നിർത്തിയെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് പറയാം. മാനുഷികമായ പല വാക്കുകളും മനുഷ്യരും പലരും ലോകത്തിലുള്ള സകലതും മാറിപ്പോയപ്പോൾ ഇന്ന് ഈ പകലിലും ധൈര്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് വിളിച്ചു പറയാം. മനുഷ്യൻ പലപ്പോഴും വാക്കുകൾ മാറ്റി പറഞ്ഞപ്പോഴും ഇന്ന് ഈ സമയത്ത് നമ്മൾ പറയുന്നു, യേശു മാറാത്തവനായി എൻ്റെ കൂടെ ഏത് നേരത്തും ഉണ്ടായിരുന്നു. കാരണം എൻ്റെ രോഗശയ്യയിലും എനിക്കുള്ള പ്രയാസഘട്ടങ്ങളിലും പ്രശ്നത്തിലും കർത്താവിൻ്റെ കരം അനുഭവിച്ചറിഞ്ഞവർ ഇന്ന് പകലിൽ നന്ദിയുള്ള ഹൃദയത്തോടെ വായ്കളെ തുറന്നൊന്ന് സ്തുതിച്ചു തുടങ്ങാം. അല്പസമയം കരങ്ങളെ ചേർത്തടിച്ച് നമുക്ക് ചേർന്ന് പാടാം. സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണിതലത്തിൽ എനിക്ക് ആയുസ്സുള്ള നാളെല്ലാം ഈ കർത്താവിനെ മാത്രം സ്തുതിക്കും, ആരാധിക്കും. ആ ഒരു തീരുമാനത്തോടെ ഇന്ന് പകലിലും ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനേ. ഈ ക്ഷോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയെത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയെത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെ. തന്റെ കരുണയെത്രയോ, തന്റെ കരുണയെത്രയോ, അതിവിശുദ്ധം തൻ സ്നേഹം ആശ്ചര്യമേ. തന്റെ കരുണയെത്രയോ, അതിവിശുദ്ധം തൻ സ്നേഹം ആശ്ചര്യമേ. എല്ലാ ജനങ്ങളും എന്നാകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എല്ലാ ജനങ്ങളും എന്നാകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയെത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയെത്ര നല്ലവൻ. രോഗശയ്യയിൽ അവൻ രോഗശയ്യയിലെനിക്കു സഹായകൻ ഗീതവും അവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ ഗീതവും അവൻ. ഓ നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. ഓ നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസഖിയും. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയെത്ര നല്ലവൻ, ഇന്നുമെന്നും. അത് അനുഭവിച്ചറിഞ്ഞ് പറഞ്ഞു പകലിൽ ചേർന്ന് പാടാം. യേശു മാറാത്തവൻ, ഹല്ലേലൂയ. ഓ യേശു മാറാത്തവൻ, ആയെത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. അവൻ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാൻ പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. ഓ ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ. ഓ ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തി. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയെത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാ. ഹല്ലേലൂയ. ഇത് പകലിലും നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ആയന്തോരഭൂതം ഇവൻ കൃപയെ ഒക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ള ഉള്ളുമേ. ആയന്തോരഭൂതം ഇവൻ കൃപയെ ഒക്കുമ്പോൾ നന്ദി കൊണ്ട്. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയെത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ യേശു മാറാത്തവൻ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ഓ ഇന്നുമെന്നും കൂടെ. തന്റെ കരുണയോ, തന്റെ കരുണയെത്രയോ, അതിവിശുദ്ധം തൻ സ്നേഹം ആശ്ചര്യമേ. തന്റെ കരുണയെത്രയോ, അതിവിശുദ്ധം തൻ സ്നേഹം
ലഭിച്ചോർന്ന ദയ ലഭിച്ചോർന്ന സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ഓ ദയ ലഭിച്ചോർന്ന സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമ പീഠങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമ പീഠങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. അവൻ നിൻ തിരുമേനിയ രൂപപ്പെട്ടു നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. നിൻ തിരുമേനി രൂപപ്പെട്ടു നിൻ രുധിരത്തിൻ വിലയായി. ഓ ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവ്വവും ചേർന്നുകൊണ്ട്. ഓ ഗോത്രങ്ങൾ ഭാഷകൾ ജാതികൾ സർവ്വവും ദൈവ കുഞ്ഞാടവേ ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ തേടുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യൻ ഓ മോക്ഷത്തിൽ തേടുന്ന ശബ്ദമത്. സ്തുതിച്ചിടം വെള്ളത്തിനിരത്തുമ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാ. ഹല്ലേലൂയ. സ്തുതിച്ചിടം വെള്ളത്തിനിരത്തുമ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാ. വീഴുന്നു പ്രിയനേ വീഴുന്നു പ്രിയനേ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും. ഓ വീഴുന്നു പ്രിയനേ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും. ഓ ആയവൻ അരുളിയ രക്ഷയിക്കാൻ കിരീടങ്ങൾ കാത്തിരിക്കൂ. ഓ ആയവൻ അരുളിയ രക്ഷയിൽ മഹിമയ്ക്കാൻ കിരീടങ്ങൾ. ഓ ആയവൻ അരുളിയ രക്ഷയിൽ ഓ കിരീടങ്ങൾ താഴെയിട്ട്. അവനായവൻ അരുളിയ രക്ഷയിൽ മഹിമയ്ക്കാൻ. ഓ ഹല്ലേലൂയ. അവനായവൻ രക്ഷയിൽ മഹിമയ്ക്കാൻ കിരീടങ്ങൾ. സകലമാനവും മഹത്വവും ഇന്ന് പകലിലെ കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് ആ വായികളെല്ലാം തുറന്ന് അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാൽ യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. ബഹുമാനത്തിനും പ്രശംസയ്ക്കും യോഗ്യനായവനെ അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങനെ ഞങ്ങൾ വാഴ്ത്തുന്നു. സർവശക്തനെ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. അവൻ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെടി നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെടി. ചേർന്ന് പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും
ഒഴികെ എനിക്കൊരു ഓ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർക്കുണ്ട്. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ചേർന്ന് പാടാം. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വവും ജ്ഞാനവും പൂർണ്ണവും ശക്തിയും ബലവും എന്റെ യേശുവിൽ. മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും എന്റെ യേശുവിൽ. കൃപയേറും കർത്താവിലെ വിശ്വാസം അതിനാൽ ഹൃദയത്തിനു നല്ല ശ്വാസം. ദുരിതത്തിനിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. ദുരിതത്തിനിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. ഓ കൃപ കൃപയൊന്നാശ്രയം. ഹല്ലേലൂയ കൃപ കൃപയൊന്ന് ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. അവൻ ബലഹീനതയിൽ നല്ല ബലവേഗം. മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾപാതയിൽ അരുദിനമൊളി നൽകും. കൃപയൊന്നാശ്രയമാ. ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും. കൃപയൊന്നാശ്രയമാ. അവൻ കൃപ കൃപയൊന്നാശ്രയം. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വഴികൾ വന്നാലും കൃപ മതിയെന്നാലും. അവേ വഴികൾ വന്നാലും എതിരുയർന്നാലും ഓ കൃപ മതിയെന്നാലും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. ഒരവൈരിയൻ ബലമവൻ ഓ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയൊന്നാശ്രയം. ഹല്ലേലൂയ കൃപ കൃപയൊന്നൻ ആനന്ദമായി. വഴികൾ വന്നാലും എതിരുയർ ഓ കൃപ മതിയെന്നാൽ. വഴികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവൻ. ഒത്തവ ജീവനെ തന്നവൻ ഇനിമേലും കൃപയാൽ നടക്കുമെന്നേ. തിരുജീവനെ തന്നവൻ ഇനിമേലും കൃപയാൽ നടക്കുമെന്നേ. കൃപ കൃപയൊന്നാശ്രയം. ഹല്ലേലൂയ കൃപ കൃപയൊന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർ ഓ കൃപ മതിയെന്നാലോ. വൈരികൾ വന്നാലും എതിരുയർ ഓ കൃപ മതിയെന്നാലോ. വൈരികൾ വന്നാലും എതിരുയർന്നാലോ കൃപ മതിയെൻ. ഹല്ലേലൂയ തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ. ഇത്രമാ സ്നേഹം ഉയിർ കൊടുത്തേരിക്ക. ഇത്രമാ സ്നേഹം ഉയിർ കൊടുത്തേരിക്ക. മന്നവ വർണ്ണിപ്പാനേടുതല്ലാതെ ഓ മന്നവ വർണ്ണിപ്പാനേടുതല്ലാതെ ഓ പോഷിപ്പിക്കാൻ ഭക്ത്യവാചനമം ക്ഷീരത്താലെന്തേ പോഷിപ്പിക്കാൻ ഭക്ത്യവാചനമം ക്ഷീണത്താലൻ ഓ നിർമ്മലാഥോയം നിത്യം കൂടിപ്പിച്ച് നിർമ്മലാഥോയം
കൂടിപ്പിച്ച പച്ചപ്പുൽശയ്യയിൽ കിടത്തിയിടുന്നോര്. ഓ പച്ചപ്പുൽ ചേർന്ന് പാടാൻ നിർത്തിയിടുക, നിർത്തിയിടുക. കളങ്കമറ്റേശുവേ കറയില്ല. ഒരു പ്രാർത്ഥനയോടെ നിർത്തിയിടുക. യേശുവേ കറയില്ലാതെ പളുങ്കുകാടൽ തീര ഇരുന്നു ഞാനെന്റെ. പളുങ്കുകാടൽ തീര ഇരുന്നു ഞാനെന്റെ. മധുരഗാന രഥമതിലേറി ഗമിപ്പാൻ. മധുരഗാന രഥമ കുഞ്ഞാടിന്റെ കൂടെ ഗമിച്ചവർ ചേർന്ന് പാടാം. കുഞ്ഞാടിന്റെ ഓ കൂടെ ഗമിച്ചവർ. കുഞ്ഞാടിന്റെ കൂടെ ഗമിച്ചവർ പാടുമേ. സിയോൻ മലയിൽ, സിയോൻ മലയിൽ സീമായ ആനന്ദം. സിയോൻ മലയിൽ സീമായ ആനന്ദം എന്നിനി ലഭിക്കുമോ പ്രാണനാഥ. എന്നിനി ലഭിക്കുമോ സിയോൻ മലയിൽ, സിയോൻ മല ഓ സീമായ ആനന്ദം. സിയോൻ മലയിൽ സീമായ ആനന്ദം എന്നിനി ലഭിക്കുമോ പ്രാണനാഥ. എന്നിനി ലഭിക്കുമോ പ്രാണനാഥ. തേടി വന്നോ ദോഷിയാ ഓ തേടി വന്നോ ദോഷിയാമെന്നെ എന്നെയും നാഥ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ നാഥ. എനിക്കാ നീ ചെയ്തോരോ ഇന്നു നന്ദി ചൊല്ലുന്നു. ഇന്നു പകലിൽ ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവിനോട് ആവശ്യങ്ങൾ പറയാതെ ഈ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മൾ വഴി നടത്തിയത് ഓർത്ത് അത്ഭുതകരമായി എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിൽ നമ്മളെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകലെങ്കിൽ ആവശ്യങ്ങൾ അങ്ങോട്ട് പറയാതെ അപ്പ അങ്ങേക്ക് നന്ദി കർത്താവേ, അങ്ങേക്ക് നന്ദി കർത്താവേ. ഇന്ന് പകലിൽ എത്ര പേര് അത് പറയാൻ തയ്യാറാകും? അപ്പ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എനിക്ക് നൽകിയ സകലത്തിനും നന്ദി കർത്താവേ. അർഹിക്കാത്ത പല ദാനങ്ങളും നൽകിയതിന് നന്ദി കർത്താവേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ
സ്തുതിക്കൊണ്ടെന്ന് പറയുമോ? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥൻ. നീ ചെയ്ത ഓരോരോ നന്മകൾക്കും നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. എനിക്കായി നീ ചെയ്ത നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ യേശുവേ, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു ഞാൻ. വരും ഒക്കെയും നിൻ കൃപാവരങ്ങൾ വരും ഒക്കെയും നിൻ കൃപാവരങ്ങൾ അവസാനമായി ചേർന്ന് പാടാം. നന്ദിയോടെ ഞാൻ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഏതു ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ഏതു ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാദം നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അഗ്നിമേഘ തൂണുകളാൽ അടിയാരെയും നടത്തി. അഗ്നിമേഘ തൂണുകളാൽ അടിയാരെയും നടത്തി. അനുദിനം കൂടെ ഇരുന്നു അപ്പനെ കാക്ഷിക്കുകേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ ദിവസം നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ദൈവാത്മാവ് നമുക്ക് നൽകിയ നല്ല കൂട്ടായ്മ, ഈ ദിവസങ്ങളിലെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആത്മീയ സഹകരണം, വിവിധ നിലകളിൽ ഈ ലോക്കൽ സഭയിലെ ദൈവദാസനും ദൈവജനവും ഞങ്ങളോട് കാണിച്ച സ്നേഹനിർഭരമായ കരുതൽ, എല്ലാ ആത്മാർത്ഥതയ്ക്കും വാക്കുകൾക്കതീതമായി ദൈവത്തിൻ്റെ ദിവ്യാനുഗ്രഹങ്ങൾ പകരട്ടെ എന്ന് ആശംസിക്കുക മാത്രം ചെയ്യുന്നു. വളരെ ആത്മാർത്ഥതയോടെ ഇവിടെയുള്ള പല പ്രിയപ്പെട്ടവരുടെയും സ്നേഹവും കരുതലും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്ത് റാന്നിയുടെ മണ്ണിൽ നിന്നും പല സഹോദരങ്ങളും ഇവിടെ ആയിരിക്കുന്നു. തൊട്ടു മുൻപ് പ്രാർത്ഥിച്ച ഫിലിപ്സ്
ഞങ്ങൾ ഒരുമിച്ച് ആത്മീയ പ്രവർത്തനങ്ങളിൽ ഒരു ലോക്കൽ സഭയുടെ ഭാഗമായി വളർന്നവരാണ്. ഫിലിപ്സിൻ്റെ പിതാവും മാതാവും ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളിലും ജീവിതത്തിലും വലിയ വഴികാട്ടികളായി മാറിയിട്ടുണ്ട്. തുടക്ക സന്ദർഭങ്ങളിൽ ഭവനത്തിലെത്തിച്ചേർന്ന് പ്രാർത്ഥനയിൽ പോരാടിയ ആ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും ഒക്കെ ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നു. അങ്ങനെ വളരെ വൈകാരിക ബന്ധമുള്ള പല പ്രിയപ്പെട്ടവരും ഇവിടെയുണ്ട്. ദൈവം എല്ലാവർക്കും പ്രതിഫലം തരട്ടെ. നിങ്ങളുടെ കരുതലിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴങ്ങിയ ജീവൻ്റെ വചനത്തിൻ്റെ പിന്തുടർച്ചയായി അല്പമിനിറ്റുകൾ കൂടെ പങ്കുവച്ച് എനിക്ക് ലഭ്യമായ സമയത്തിൻ്റെ കൃത്യതയിൽ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. എന്നാൽ ദൈവാത്മാവ് എന്നോട് ഇടപെടണമേ എന്ന് എല്ലാ സഹോദരങ്ങളും പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഞാനൊരു വചന ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒരു സഭായോഗത്തിലാകട്ടെ, ഒരു കൺവെൻഷനിലാകട്ടെ, ഒരു ബൈബിൾ ക്ലാസ്സിലാകട്ടെ വചനം പ്രസംഗിച്ചാൽ ആ വചന ശുശ്രൂഷയിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാന കാര്യം, ഏറ്റവും മുൻഗണനയുള്ള സഭായോഗത്തിലെ വചന ശുശ്രൂഷയുടെ കാര്യം, ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്താണ് വചന ശുശ്രൂഷയിൽ, ഒരു സഭയിൽ നടക്കേണ്ട വചന ശുശ്രൂഷയിൽ ഒന്നാമത്തെ കാര്യം, മുൻഗണന കൊടുക്കേണ്ട കാര്യമുണ്ടല്ലോ, ഇല്ലേ? കൂട്ടിലെ പട്ടിക്കും വീട്ടിലെ കുട്ടിക്കും ഒരുപോലെ സോക്കേട് ബാധിച്ചാൽ ആദ്യം ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുന്നത് ആരെയാ? കൂട്ടിലെ പട്ടിയല്ല, വീട്ടിലെ കുട്ടിയാ. മുൻഗണന നമുക്കതറിയാം. സഭായോഗത്തിനകത്ത് വചന ശുശ്രൂഷയ്ക്ക് മുൻഗണന നൽകുമ്പോൾ എന്തിനാണ് ഒന്നാം സ്ഥാനം നൽകേണ്ടത്? ഞാൻ പറയാം. ഒന്നാം സ്ഥാനം നൽകേണ്ടത് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന കർത്തൃദാസൻ്റെ അധരങ്ങളിൽ പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ചൊരു വചനം മുഴങ്ങുമ്പോൾ യേശു ആ സഭയോട് എന്ത് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നുവോ ആ ശബ്ദം ആ സഭയിൽ പ്രതിധ്വനിക്കണം. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പാസ്റ്റർ രാജു മേത്തറയുടെ പ്രസംഗത്തിന് വേണ്ടിയല്ല. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നതിനെ ഞങ്ങൾക്ക് കേൾക്കാൻ കൊതിയുണ്ട്, അത് അവിടുന്ന് സംസാരിക്കണമേ. രണ്ടാമത്തെ ഭാഗം, കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്കുള്ള ആത്മീയ ആഹാരം മുഴങ്ങേണ്ടതുണ്ട്. തളർന്നു വന്നിരിക്കുന്നവർ വഴിയിൽ വെച്ച് തളർന്നു പോകാതിരിപ്പാൻ അവർക്കുള്ള ആത്മീയ ഭക്ഷണം ശക്തമായി സഭയ്ക്കകത്ത് ഉയരണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്ത, ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ അടുത്ത ദിവസം കടന്നു പോകാൻ തുടങ്ങുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാനുള്ള പ്രവചന നിയോഗം സഭയ്ക്കകത്ത് വ്യാപരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഒരു പ്രസംഗത്തിൽ മുഴങ്ങുന്നില്ലെങ്കിൽ ആ പ്രസംഗം തെറ്റിദ്ധരിക്കരുത്, കലാപരിപാടിയാണ്. ഞാൻ ഇന്ന് പകൽ ഒരു കലാപരിപാടിക്കല്ല ഇവിടെ നിൽക്കുന്നത്, ഞാൻ വചനം ശുശ്രൂഷിക്കാൻ നിൽക്കുകയാണ്. എല്ലാ ദൈവമക്കളും ആ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, അങ്ങ് എന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന കാര്യം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ കുഞ്ഞുങ്ങളോടുകൂടെ ഈ സ്റ്റേജ് പങ്കിടുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഗാന ശുശ്രൂഷയിലെ ആത്മീയ തലം അത് ഞാൻ വളരെ സന്തോഷിച്ച് ആസ്വദിക്കുന്നു. ആത്മനിയോഗത്തോടുകൂടി അവർ പാടി. ഇതെല്ലാം ഒരു വിഷയത്തിന് വേണ്ടിയാണ്, നിങ്ങളെ കർത്താവിന് വേണ്ടി ഒരുക്കാനാണ്, നമ്മൾ ഒന്നിച്ചൊരുങ്ങാനാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ശബ്ദം ഉയർത്തിയെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന ബൈബിൾ ക്ലാസ് അല്ല, ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയല്ല, ഇന്ന് പകൽ ഇവിടെ നടക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, വേദപഠന ക്ലാസ് ഒന്നുമല്ല. ഇന്ന് വചന ശുശ്രൂഷ നടക്കുമ്പോൾ ആരാധനയാണ് നടക്കുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതിന് എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവേ, നിൻ്റെ ആത്മാവിനോട് സംസാരിക്കണമേ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ ഒന്നിച്ച് നോക്കുന്നു. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് 5 അപ്പം കൈകളിലെടുത്ത് അവർക്ക് വിളമ്പിക്കൊടുക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ 12 കൊട്ട നിറച്ചെടുത്തെന്ന് ഞങ്ങൾ വായിക്കുന്നു. ഇന്ന് പകൽ ജീവിതത്തിൻ്റെ വിവിധ ഭാരം പേറി എത്തി നിൽക്കുന്ന ഈ സദസ്സിന് വേണ്ട ആത്മീയ ഭക്ഷണം വിളമ്പിക്കൊടുക്കേണ്ടതിന് അങ്ങയുടെ ജീവൻ്റെ വചനമായ തിരുവെഴുത്തുകളെ കൈകളിലെടുക്കുമ്പോൾ അങ്ങ് തന്നെ ഇവർക്ക് വേണ്ടി അത് വിളമ്പിക്കൊടുക്കണമേ. ഞങ്ങളെ പന്തി
പന്തിയായി ആത്മാവിൻ്റെ പുൽപ്പുറത്തിരുത്തണമേ. ഞങ്ങളിന്ന് പകൽ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ പകർച്ചകളോടെ മടങ്ങട്ടെ. കർത്താവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്ക് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിലേക്ക് വരാം. വളരെ പ്രാർത്ഥനാപൂർവം അതിൻ്റെ 27-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെ വളരെ സുപരിചിതമായ 11-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെ 1 കൊരിന്ത്യർ 11-ന്റെ 27 മുതൽ നമുക്ക് ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. 1 കൊരിന്ത്യർ 11-ന്റെ 27. അതുകൊണ്ട് അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. വായിച്ചാട്ടെ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. വായിച്ചാട്ടെ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. എല്ലാ ദൈവമക്കളും ചേർന്ന് ശബ്ദമുയർത്തിയെന്ന് പറയണം. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഇനി നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് മുൻപിൽ ചില മിനിറ്റുകൾക്കുള്ളിൽ നാം കൈനീട്ടാൻ തുടങ്ങുകയാണ്. കർത്താവിൻ്റെ വിശുദ്ധ മേശ. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം വിശദീകരിക്കുമ്പോൾ തന്നെ ഒരു അസാധാരണമായ ഭയം ഭരിക്കുന്നതായി 9-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം, എന്നോട് ചേർന്ന് ശ്രദ്ധിക്കാം, മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ഒരു സാധ്യതയുണ്ട്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ചവനായാലും ഉത്തരീയവും റൂമാലുമിട്ട് രോഗികളെ സൗഖ്യമാക്കിയവനായാലും എനിക്കൊരു അപകട സാധ്യതയുണ്ട്. എന്താ അപകട സാധ്യത? മറ്റുള്ളവരോട് പ്രസംഗിച്ച ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാവുന്ന ഒരു പ്രതിഭാസം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വല്ലാത്ത ഭയം എന്നെ ഭരിക്കുന്നു. സ്തോത്രം. ഡോക്കിമോസ് അഡോക്കിമോസ് ഈ മൂലഭാഷയുടെ ബന്ധം പഠിക്കുമ്പോൾ പുച്ഛത്തോടെ ഒരു വസ്തുവിനെ വലിച്ചെറിയുന്നത് പോലെ ഞാൻ തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഭയം തൻ്റെ മനസ്സിനെ ഭരിക്കുകയാണ്. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? ചാട്ടയും മുഖപ്പട്ടയും ഉപയോഗിച്ച് ഒരു കുതിരയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് പോലെ എൻ്റെ സ്വാഭാവിക വഴക്കമില്ലാത്ത ജഡപ്രകൃതിയെ ഞാൻ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയാണ്. കാരണം മറ്റുള്ളവരോട് പ്രസംഗിക്കുന്ന ഞാൻ വീണുപോകാൻ സാധ്യതയുള്ളൊരു പ്രലോഭനത്തെ എന്നിലേക്ക് കുത്തിവെക്കുന്ന സാത്താൻ്റെ ഏജൻ്റായ ജഡം എന്നോടുകൂടെ മരണം വരെ യാത്ര ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ ഭയം പൗലോസിനെ ഭരിക്കുകയാണ്. നെഗറ്റീവായ ഭയമുണ്ട്, പോസിറ്റീവായ ഭയമുണ്ട്. ഫോബിയ എന്ന മനഃശാസ്ത്ര വാക്കെടുത്താൽ അത് നെഗറ്റീവായ ഭയം. ഇരുട്ടിനെ പേടി, പല്ലിയെ പേടി, ആനയെ പേടി, ഇങ്ങനെ ഭയങ്ങളുണ്ട്. ആ ഭയങ്ങളിൽ നിന്നും സംഭവിക്കുന്ന അപകടകരമായ രോഗങ്ങളുമുണ്ട്. എന്നാൽ പോസിറ്റീവായ ഭയമുണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കത്തി കയ്യിലെടുക്കുന്ന ഒരു ഡോക്ടറിനെ ഭരിക്കുന്ന ഭയം പോസിറ്റീവായ ഭയമാണ്. സ്തോത്രം. അറിയാതെ എവിടെയെങ്കിലും കയറി തൊട്ടാൽ രോഗിക്ക് വരാൻ തുടങ്ങുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള ചിന്ത, അത് പോസിറ്റീവായ ഭയമാണ്. ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കോക്പിറ്റിലേക്ക് കയറിയിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് ഓപ്പറേറ്ററിനെ ഭരിക്കുന്ന ഭയം, അത് പോസിറ്റീവായ ഭയമാണ്.
ഞാൻ പറയട്ടെ, ദൈവമക്കളെ ഒരു ഭയം ഭരിക്കണം. എത്ര കരുത്തനായ ആത്മീയനായാലും തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഭയം ഭരിക്കണം. കേരള മണ്ണിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് ഊടും പാവും നെയ്ത അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ ജീവിതത്തിൻ്റെ സന്ധ്യാസമയം താൻ പാർക്കുന്ന കെട്ടിടത്തിൻ്റെ മുൻപിലത്തേക്ക് ഒരു കസേരയിൽ തന്നെ എടുത്തു വച്ചിരിക്കുന്നു. ഊരും പേരും ഞാൻ ഉദ്ധരിക്കുന്നില്ല. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അസാധാരണമായി വലിവ് എന്നറിയപ്പെടുന്ന രോഗത്താൽ കഷ്ടപ്പെടുകയാണ്. ഒരിറ്റ് ശ്വാസമെടുക്കാൻ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഈ വലിവ് എന്ന അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് ആ കസേരയിലിരുന്ന് നീട്ടി വലിക്കുമ്പോൾ, സ്തോത്രം, മല്ലപ്പള്ളി സ്വദേശിയായ തൻ്റെ ശിഷ്യൻ അടുക്കൽ ചെന്ന് ഇതൊന്ന് കണ്ടിട്ട് അതിന് മുൻപിൽ നിന്ന് വാവിട്ട് കരയുമ്പോൾ ആ പിതാവ് എന്നോട് പറഞ്ഞു, ദൈവദാസനെ, ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് ആ ദൈവവൃത്യൻ പറഞ്ഞ വാക്കിങ്ങനാ, സ്തോത്രം, ഞാൻ പരിശുദ്ധനല്ല, മനുഷ്യനാണ്, ബലഹീനത സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്നാണല്ലോ. കേരളത്തിലെ വേദികളിൽ വേദശാസ്ത്ര പ്രവചന പ്രബന്ധങ്ങൾക്ക് പ്രശസ്തിയാർജിച്ച ഒരു കരുത്തനായ ദൈവദാസൻ ആയുസ് കൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രസംഗം തൻ്റെ വീടിൻ്റെ മുൻപിലെ കസേരയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ശിഷ്യനോട് അവസാനം പറഞ്ഞ വാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പകൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ പറയട്ടെ, പുച്ഛത്തോടെ വലിച്ചെറിയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ഭയത്തിൻ്റെ മുൻപിൽ പൗലോസ് തുടരുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് അവർ മോശയോട് ചേർന്നു. എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പറയാം, അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്ത വാചകം നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഞാൻ ചോദിക്കുന്നു, എത്ര പേരിൽ പ്രസാദിച്ചില്ല? 30 ലക്ഷം പേരിറങ്ങിയതിൽ 29,99,000 അതേ ദൈവത്തിന് സ്തോത്രം, 998 മരുഭൂമിയിൽ തീർന്നു. ആ പ്രയോഗത്തിൽ പൗലോസ് പറയുന്ന ഒരു കനത്ത പ്രയോഗമുണ്ട്. അവരെ മരുഭൂമിയിൽ തള്ളി ഇട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, തള്ളിയിട്ട കരം ഏത് കൈയാണ്? ഏത് കൈയാണ് തള്ളിയിട്ടത്? മന്ത്രവാദത്തിൻ്റെ കൈയല്ല, ശാപത്തിൻ്റെ ശക്തിയല്ല, വരത്തുപോക്കല്ല. അവരെ തള്ളിയിട്ടത് അവർ കുച്ചി ഒഴിച്ച കൈയാണ്. മലയാള ഭാഷയിൽ പഴമൊഴി ഗൗരവമേറിയതാണ്. പഴമൊഴി നമുക്കറിയാമല്ലോ, എനിക്കതിനോട് വളരെ ഇഷ്ടമുണ്ട്. പഴമൊഴിയിൽ പരാജയമുണ്ടായാൽ പഴഞ്ചോറിൽ കൈവേകും എന്നാണ് ചൊല്ല്. പഴഞ്ചോറിൽ കൈവേകില്ല. പഴമൊഴി എന്ന് പറഞ്ഞാൽ ഉച്ചി ഒഴിച്ച കൈ ഉദകക്രിയ ചെയ്തു എന്നൊരു പഴമൊഴിയുണ്ട്. ഉച്ചി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എണ്ണ വെച്ച് വളർത്തുക എന്നർത്ഥം. എണ്ണ വെച്ച് വളർത്തി ജനിപ്പിച്ചു വളർത്തിയവൻ തന്നെ കൊന്നു. സ്തോത്രം. ആരാ? മരുഭൂമിയിൽ കൊന്നെന്ന്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, വേദപുസ്തകത്തിലെ തുറന്ന സത്യങ്ങൾക്ക് മുൻപിൽ ആധുനിക വിവർത്തനങ്ങളുടെ പ്രഭാഷകന്മാർ വചനത്തോട് അവിശ്വസ്തത കാട്ടുമ്പോൾ പൗലോസ് പ്രസംഗിച്ച അതേ വചനം മറയില്ലാതെ ഞാൻ വിളിച്ചു പറയുന്നു. നാം പിടിച്ച കൃപയിൽ നിലനിന്നില്ലെങ്കിൽ ഇത് നമുക്ക് അപകടത്തിന് കാരണമാകും. നമ്മെ വിളിച്ച ദൈവം മരുഭൂമിയിൽ നമ്മെ തകർക്കാനിടയാകരുത്. സ്തോത്രം. ഓർക്കുക, പൗലോസേ എന്താ ഇത്ര ഗൗരവമായിട്ട് എന്തോ പറയാൻ വരികയാണല്ലോ. പൗലോസ് വീണ്ടും പറയുകയാണ്, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അപ്പം അതായിരുന്നല്ലേ
മേശയെക്കുറിച്ച് പറയാൻ വരികയാണ്. സ്തോത്രം. നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നവരോ, നാം അവനേക്കാൾ ബലവാന്മാരോ? ഓ, എന്താണ് ഇത്ര കാര്യം? ഇനി ഞാൻ ആജ്ഞാപിപ്പാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല, തിന്മയ്ക്കത്രേ. ഗുരുതരാവസ്ഥ വീണ്ടും വർദ്ധിക്കുന്നു. ഈ പകൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, കൈകൊട്ടിക്കളിക്കെത്തുന്ന വേദിയല്ല കർത്തൃമേശയുടെ മുൻപിൽ. കാലിൽ നിന്ന് ചെരുപ്പൂരിയിട്ടിട്ട് തീയുടെ മുൻപിൽ നിൽക്കുന്നത് പോലെ നിൽക്കേണ്ട രംഗമാണ് ഈ വിശുദ്ധ മേശയ്ക്ക് മുൻപിലെങ്കിൽ, യോഗ്യമല്ലാതെ വിശുദ്ധ മേശയിൽ കൈനീട്ടിയാൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് ദൈവാത്മ ഓർപ്പിക്കുന്നു. എന്താ ഓർപ്പിക്കുന്നറിയാമോ? ഇത് മുഖാന്തരം നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അതിൻ്റെ അർത്ഥം സഭയ്ക്കകത്ത് കർത്തൃമേശയുടെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ബലഹീനതയിൽ നിന്നെ എത്തിച്ചിട്ട് രോഗത്തിലൂടെ തുടർന്ന് അകാല നിര്യാണത്തിൽ മരണത്തിൽ എത്തിച്ചേരത്തക്ക വിധം ഡെസ്റ്റിനി പൂർത്തിയാകുന്നതിന് മുൻപ് മരണം സംഭവിപ്പാൻ കഴിവുള്ള ഒരപകട നില ഇതിൻ്റെ പുറകിലുണ്ട്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ആത്മീയ ശുശ്രൂഷയോടുള്ള അമിത പരിചയം നിമിത്തം ഇതിൻ്റെ ആദരവ് കുറഞ്ഞവർ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിൽ ഞാൻ പ്രവചന നിയോഗത്തോടെ പറയുന്നു, ഈ പകൽ കണ്ണുനീരില്ലാതെ ഇതിൽ കൈനീട്ടരുത്. അമിത പരിചയം നിമിത്തം ആദരവ് കുറഞ്ഞാൽ അനർത്ഥം കൺമുൻപിലുണ്ട്. കർത്താവിൻ്റെ കരം ഇന്ന് പകൽ വ്യക്തികളോട് സംസാരിക്കുന്നു. കരയാൻ കഴിയുമെങ്കിൽ കവിൾത്തടം നനഞ്ഞേ ഈ കർത്തൃമേശയിൽ കരങ്ങൾ നീട്ടാവൂ. കാരണം ബലഹീനതയിലൂടെ മരണത്തിലെത്തിക്കാൻ സാധ്യതയുള്ള ഒരു ശക്തി ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ. അങ്ങനെയെങ്കിൽ വിശുദ്ധ മേശയുടെ ദൃശ്യ വസ്തുവിൻ്റെ പുറകിൽ, എൻ്റെ ചോദ്യം ഇതാണ്, ദൃശ്യ വസ്തുവിൻ്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? ഉണ്ടോ? ചോദ്യം. ദൃശ്യ വസ്തുവിൻ്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? സ്തോത്രം. മുന്തിരിച്ചാറും ബ്രെഡും ബേക്കറിയിൽ ഉണ്ടാക്കിയതാണ്. ഈ ദൃശ്യമായ മുന്തിരിച്ചാറിൻ്റെയും ബ്രെഡിൻ്റെയും പുറകിൽ അദൃശ്യമായ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? സ്തോത്രം. ഈ വസ്തുവിലല്ല ശക്തി വ്യാപരിക്കുന്നത്, ഈ വസ്തു പ്രതിനിധീകരിക്കുന്ന വിഷയത്തിലാണ് ശക്തി വ്യാപരിക്കുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നിങ്ങൾ ഓർക്കുക, വഴനത്തൊലിയും ഒലിവെണ്ണയും കൃത്യ അനുപാതത്തിൽ ചേർത്ത് ഒരു തൈലം തയ്യാറാക്കുന്നു. ആ തൈലം തൈലക്കാരൻ്റെ വിദ്യപ്രകാരമായിരിക്കണം. ഇതിൽ നിന്ന് അന്യന് കൊടുക്കുകയോ ഈ വിധിപ്രകാരം മറ്റൊന്നുണ്ടാക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവനെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം. ഞാൻ ചോദിക്കുന്നു, വഴനത്തൊലി അങ്ങാടി മരുന്ന, ഒലിവെണ്ണ അങ്ങാടിയിൽ കിട്ടും. ഇത് അങ്ങാടിയിൽ കിട്ടുമ്പോൾ അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അത് ദേവാലയത്തിലെ കൂട്ടിൻ്റെ ക്രമത്തിൽ സജ്ജമായ വിശുദ്ധ തൈലമായി മാറിക്കഴിയുമ്പോൾ പാവം മാറും. അത് കൈകളിൽ എടുത്തിട്ട് ഒരു പുരോഹിതൻ അഭിഷേക തൈലം ഉപയോഗിക്കുമ്പോൾ ആ തുള്ളി തുള്ളിയായി പകരുന്ന തൈലത്തിൻ്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. ആ തൈലത്തിൻ്റെ തുള്ളികൾ ദാവീദിൻ്റെ ശിരസിൽ പകരുമ്പോൾ ആ തൈലത്തിൻ്റെ പുറകിലെ ഇൻഗ്രീഡിയൻസ് എന്ത് തന്നെയായിരുന്നാലും അത് ദൈവശക്തിയുടെ വ്യാപാരത്തിൻ്റെ മീഡിയമായി മാറ്റിയിട്ട് ഇതിൻ്റെ പുറകിൽ അനുഗ്രഹം വ്യാപരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വിശുദ്ധിയോടെ ഈ വിശുദ്ധ മേശ കൈനീട്ടുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കത്തക്ക വിധം ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ഈ വിശുദ്ധ മേശ മുഖാന്തരമായി തീരും. അതുകൊണ്ടാണ് പറയുന്നത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. പക്ഷേ ഓർക്കുക, ആ തൈലവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് അവിശ്വസ്തത കാട്ടിയാൽ സംഖ്യാപുസ്തകത്തിൻ്റെ വ്യവസ്ഥയിൽ അവളെ എങ്ങനെ ചെയ്യണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവളെ ദൈവാലയത്തിന് മുൻപിൽ കൊണ്ടുവന്ന് മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിൽ യാഗപീഠത്തിൻ്റെ ചാരമിശ്രിതം ചേർത്ത് ഉടമ്പടിയോടെ കുടിപ്പിക്കണം. അവൾ അവിശ്വസ്തയെങ്കിൽ അവൾ ബലഹീനയായി മരിക്കും. വിശ്വസ്തയെങ്കിൽ അവൾക്കൊരു ദോഷവും ഭവിക്കയില്ല.
ഞാൻ ചോദിക്കുന്നു, ഈ ചാരവെള്ള മിശ്രിതത്തിന് എന്നാ പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു ശാപത്തിൻ്റെ ശക്തി അവളുടെ ശരീരത്തെ ഭരിക്കാൻ കയറുന്നു. പ്രിയപ്പെട്ടവരെ, ബേക്കറിയിൽ ഉണ്ടാക്കിയ ബ്രെഡും മുന്തിരിച്ചാറുമായ ഈ വീഞ്ഞിൻ്റെയും അപ്പത്തിൻ്റെയും പുറകിൽ അതിൽ തന്നെ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ ഇതൊരു കർത്തൃദാസൻ കൈകളിലെടുത്ത് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവജനം ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രതീകത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരമുണ്ട്. ഗ്ലോറി. ശ്രദ്ധിച്ചേക്കണേ, ഇത് വിശുദ്ധമായിട്ടാണ് കൈനീട്ടുന്നതെങ്കിൽ നിന്റെ മേൽ ദൈവശക്തി അനുഗ്രഹമായി വ്യാപരിക്കും. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, അനുഗ്രഹം, ബ്ലെസ്സിങ്. അപ്പോൾ തന്നെ വിശുദ്ധമല്ലാതാണ് ഇതിൽ കൈനീട്ടുന്നതെങ്കിൽ അത് ബലഹീനതയിൽ തുടക്കം കുറിക്കും, രോഗത്തിലേക്ക് നീങ്ങും, അവസാനം മരണത്തിലെത്തും. എന്ന് പറഞ്ഞാൽ, അനേകരും നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അടുത്തിരുന്ന് ഉറങ്ങുന്നയാളിനെ ദേ കർത്തൃമേശ വന്നു എന്ന് പറഞ്ഞ് കുലുക്കി ഉണർത്തുമ്പോൾ രാത്രിയിൽ ഉറങ്ങാതെ കടന്ന് വന്ന് യോഗത്തിനിരുന്ന് ഉറങ്ങുന്നയാളിന് കർത്തൃമേശ ഉണർത്തി കൊടുക്കുന്ന കാര്യമല്ല. നമ്മുടെ സഹോദരനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് യേശു പറഞ്ഞ കല്ലറയ്ക്കകത്തെ ഉറക്കം ഓർക്കണം. അങ്ങനെയെങ്കിൽ ഇത് സാധാരണ ശക്തിയല്ല. ഒന്ന്, വിശുദ്ധിയോടെ കണ്ണുനീരോടെ അനുതാപത്തോടെ കൈനീട്ടുന്ന ഒരു ദൈവപൈതലിൻ്റെ മേൽ അനുഗ്രഹം വ്യാപരിപ്പിക്കുന്ന ശക്തിയാണിത്. വിശുദ്ധി കൂടാതെ കൈനീട്ടുന്ന വ്യക്തിയുടെ മേൽ ക്രമേണ ശരീരത്തിൽ രോഗമായി പ്രതിഫലിച്ച് സമയമെത്തുന്നതിന് മുൻപ് ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഡെസ്റ്റിനി പൂർത്തിയാക്കുന്നതിന് മുൻപ് ആളിനെ കല്ലറയിലെത്തിക്കുന്ന ശക്തിയാണിത്. സ്തോത്രം. ഞാനിതിൻ്റെ വേദശാസ്ത്രപരമായ വസ്തുതയെ ഒന്നുകൂടെ സ്ഥാപിക്കാൻ ഒരു ഉദാഹരണം പറയാം. ഇതിൽ വസ്തുമാറ്റം ഇല്ല. അപ്പോസ്തോലിക സഭയുടെ പഠിപ്പിക്കലിൽ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള എപ്പിസ്കോപ്പൽ സഭകൾ പഠിപ്പിക്കുന്ന വസ്തുമാറ്റം പുതിയ നിയമസഭയിൽ കർത്തൃമേശയിലില്ല. ഇത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ബ്രെഡ് തന്നെ, പ്രാർത്ഥിച്ചതിന് ശേഷവും ബ്രെഡ് തന്നെ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് മുന്തിരിച്ചാറ് തന്നെ, പ്രാർത്ഥിച്ചതിന് ശേഷവും മുന്തിരിച്ചാറ് തന്നെ. ഇതിൻ്റെ പ്രതീകം എന്തിനെ ചിത്രീകരിക്കുന്നുവോ അതിനോടുള്ള അവിശ്വസ്തതയാണ് ശിക്ഷയ്ക്കും അനുഗ്രഹത്തിന് ഹേതു. ഉദാഹരണത്താൽ തെളിയിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ നാട്ടിൽ ചെന്ന് നിങ്ങളുടെ വീടിൻ്റെ അടുക്കലുള്ള ഒരു തുണിക്കടയിൽ നിന്ന് കുറച്ച് വെള്ളത്തുണിയും കുറച്ച് പച്ചത്തുണിയും കുറച്ച് കാവിത്തുണിയും കൂടെ വാങ്ങിച്ച് ഭാരത പതാകയുടെ കൃത്യ അനുപാതത്തിൽ ഒരു തയ്യൽക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് അടിച്ചുണ്ടാക്കി നടുക്ക് അശോക ചക്രത്തിൻ്റെ ആരക്കാലുകളും വരച്ച് അതുമായി റാന്നി പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് പോലീസുകാർ നോക്കി നിൽക്കേ, ഇതൊന്ന് ചവിട്ടി കീറി കാണിക്കാമോ? ഹലോ, കാണിക്കാമോ? കഞ്ഞികൂടി കമ്പിയഴിക്കകത്താവും. അപ്പം നിങ്ങൾ പറയാന്നിരിക്കട്ടെ, എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് കൊണ്ട്, ഖത്തറിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടുണ്ടാക്കിയ തുണി, ഞാൻ വാങ്ങിച്ച് ഞാൻ തയ്പ്പിച്ച പതാക, നീ ആരാടാ ചോദിക്കാൻ എന്ന് ചോദിക്കാൻ നിനക്ക് അർഹതയില്ല. ഇത് പ്രതിനിധീകരിക്കുന്നത് നിന്റെ കുടുംബ പേരല്ല, ഇന്ത്യയുടെ വിജയ പതാകയാണ്. ഇന്ത്യയുടെ പതാകയോട് നീ കാട്ടുന്ന അവിശ്വസ്തത നിന്നെ നിയമം കൊണ്ട് പ്രതിക്കൂട്ടിലെത്തിക്കാൻ അതിന് ശക്തിയുണ്ടെങ്കിൽ ഇത് പ്രതിനിധീകരിക്കുന്ന നിന്റെ തറവാട്ട് പേരല്ല, കാൽവറി ക്രൂശിൽ യാഗമായ ദൈവപുത്രന്റെ ബലിമരണത്തിലെ തിരുരക്ത ശരീരങ്ങളാണ്. ഇത് കൈനീട്ടുന്ന നീ ഇതിനോട് കാണിക്കുന്ന അവിശ്വസ്തത, ഓ, ഇന്ന് പകൽ ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകം കത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് നിഴൽ മൂടി നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. വ്യക്തികളുടെ മേൽ കൈവച്ച് ദൈവത്തിന് ആത്മാവ് പ്രാവചനിക മുന്നറിയിപ്പ് പോലെ ഇടപെടുന്ന പകലാണ് ഈ പകൽ. കൈനീട്ടി ഏറ്റെടുക്കുന്നതിന് മുൻപ് തിരിച്ചറിയുക, ഇത് പ്രതിനിധീകരിക്കുന്നത് കാൽവറി ക്രൂശിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യാഗമായി തീർന്ന ദൈവകുഞ്ഞാടിൻ്റെ ശരീരബലിയാണ്. ആ പരിശുദ്ധ ശരീരത്തോട് ഞാൻ കാട്ടുന്ന അവിവേകമാണ് വിശുദ്ധി കൂടാതെ വിശുദ്ധ മേശയിൽ കരം നീട്ടിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം. ഇനിയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വിശുദ്ധ തിരുവഴുത്തിൽ കർത്തൃമേശയുടെ പുറകിൽ ഈ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവശക്തിയുടെ
വ്യാപാരത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? അത് വിധിയാണ്, ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താണ് ഈ ജഡ്ജ്മെന്റ്? വർത്തമാന കാലത്ത് ദൈവത്തിൻ്റെ വിധിയുണ്ടോ? വർത്തമാന കാലത്ത് ദൈവത്തിൻ്റെ വിധിയുണ്ടോ? എല്ലാവരും ഞാൻ ഈ പറയുന്ന ഉണർവിൽ മാത്രം പോയാൽ പോരാ, ഇത് ഉള്ളിലോട്ട് കയറണം. ഞാൻ ഇനിയും പറയുന്ന ഭാഷ മലയാള ഭാഷയിൽ ഇച്ചിരി കട്ടിയുള്ള ഭാഷയാണെങ്കിലും നിങ്ങളുടെ മനസ്സിലെ ഭാഷ ഒന്ന് ഉറയ്ക്കണം. ദൈവത്തിൻ്റെ കാലഗണന മനുഷ്യൻ്റെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ലാത്തത് കൊണ്ട് കാര്യം ഗ്രഹിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിധി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഞാനീ പറഞ്ഞ എന്താണെന്ന് എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിൻ്റെ കാലഗണന നമ്മുടെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ല. ദൈവത്തിന് എത്ര വയസ്സുണ്ട്? ദൈവം എന്നാ ജനിച്ചേ? ദൈവം എന്നാ മരിക്കുന്നേ? ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാര് കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ഇരുന്നവനും ഇരിക്കുന്നവനും, തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയും സകലറ്റയും തൻ്റെ ശക്തിയുള്ള കരത്താൽ വഹിക്കുന്ന പ്രപഞ്ച ചക്രവർത്തിയായ ദൈവത്തിന് ഒരു ജനന ഡേറ്റുമില്ല, ഒരു മരണ ഡേറ്റുമില്ല. എൻ്റെ ദൈവത്തിൻ്റെ കാലഗണന നിത്യതയുടെ കാലഗണനയാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ 1000 സംവത്സരം രാത്രിയിൽ കഴിഞ്ഞുപോയ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഒരു യാമം കടന്നു പോകുന്ന ലാഘവമേ ഉള്ളൂ 1000 കൊല്ലം കടന്നു പോകുന്നതിന്. എന്ന് പറഞ്ഞാൽ ദൈവം നിത്യവർത്തമാന കാലത്തിലാണ്. ദൈവത്തിന് ഇന്നലെയില്ല, ദൈവത്തിന് ഇന്നില്ല, ദൈവത്തിന് നാളെയില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവത്തെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളൊന്ന് മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ അറിയാതെ നെഞ്ചിൽ കൈവച്ച് പറയും, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയം, അവൻ്റെ വിധികൾ എത്ര അഗോചരം. അവന് മന്ത്രിയായിരുന്നിട്ട് അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ. സകലതും അവങ്കിൽ നിന്നും അവങ്കിലേക്കും അവനാലുമാകുന്നു. അവന് സകലതും മഹത്വമെന്ന് ചൊല്ലുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും തിരിച്ചറിഞ്ഞ് നാം സേവിക്കുന്ന ദൈവം ആരാണെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിച്ചാലേ സഭായോഗത്തിന് വന്നിരുന്ന് ഉറക്കം തൂങ്ങിയൊന്നും ഇരിക്കത്തില്ല കേട്ടോ. ഞാൻ പറയട്ടെ, ഈ പേന 2 വട്ടം ഉണ്ടായിട്ടുണ്ട്. 2 വട്ടം. ഒന്നാമത് ഇത് ഫാക്ടറിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് ഡിസൈൻ ചെയ്ത ഡിസൈനറുടെ മനസ്സിലുണ്ടായി. രണ്ടാമത് ഇത് ഫാക്ടറിയിലുണ്ടായി. അങ്ങനാണെങ്കിൽ നെഞ്ചത്തോട്ടൊന്ന് കൈവച്ചേ, നെഞ്ചത്തോടൊന്ന് കൈവച്ചേ. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തുക്കളായ നമ്മൾ 2 വട്ടം ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് ഇത് ഡിസൈൻ ചെയ്ത ആളിൻ്റെ മനസ്സിലുണ്ടായി. രണ്ടാമത് കളിമണ്ണിൽ ഇത് കളിമൺ രൂപമായി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇത് ഡിസൈൻ ചെയ്തത് ലോകം കണ്ട ബുദ്ധിരാക്ഷസന്മാരായ ആരുമല്ല, ഇത് ഡിസൈൻ ചെയ്ത് നാം സേവിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണ് ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കളൊന്ന് ആത്മാവിൽ ഓർക്കണം. ഇത്രയും ഒന്നു ചേർന്നിരിക്കുന്ന ഒരു മാനുഷിക ബുദ്ധിയെ ഉണ്ടാക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിയത്തില്ലെങ്കിൽ നമ്മെ മെനഞ്ഞ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ അറിയാതെ പറയണം. ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കാര്യപരിപാടി ഓർത്ത് ഞാൻ അറിയാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, നമുക്കൊക്കെ അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസ നിലവാരം പുലർത്തി SSLC പാസ്സായി വരികയാണെങ്കിൽ, ഉയർന്ന മാർക്ക് വാങ്ങിച്ചാൽ മാതാപിതാക്കൾ ആദ്യം ആഗ്രഹിക്കുന്ന ഡോക്ടറേറ്റിന് വിടാനാണ്, അല്ലേ? 10ാം ക്ലാസ്സിൽ 10 വട്ടം തോറ്റതിനെ അല്ലല്ലോ ഡോക്ടർ പഠിക്കാൻ വിടുന്നത്, ആണോ? നല്ല നിലവാരത്തിൽ 10ാം ക്ലാസ് പാസ്സായി കയറി വന്നാൽ ആഗ്രഹിക്കും. ഇനിയും നേരെ അങ്ങ് ഡോക്ടറേറ്റ് അഡ്മിഷൻ കിട്ടുമോ? MBBSന് അഡ്മിഷൻ കിട്ടുമോ? ഇല്ല. സ്തോത്രം. അതിന് മുൻപ് എൻട്രൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ എൻട്രൻസിൽ എത്രാമത്തെ റാങ്കിലെത്തിയാവുന്ന കയറിപ്പറ്റുന്നേ? പോട്ടെ, കയറിപ്പറ്റി, പഠനം തുടങ്ങി. എത്ര കൊല്ലം കൊണ്ട് MBBS പൂർണ്ണമാകും? 5 കൊല്ലം. 5 കൊല്ലം കൊണ്ട് MBBS പൂർണ്ണമായി ഇറങ്ങി വന്നാൽ ഈ ജീവിയെക്കുറിച്ച് എന്നാ മനസ്സിലാവും? പൊതുവെ ഒന്ന് പഠിക്കും എന്നല്ലാതെ. അത് കഴിഞ്ഞ് ഇവനെ സ്പെഷ്യലൈസ് ചെയ്യണം. എങ്ങനെ? ഹാർട്ടിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്നവർ കാർഡിയോളജിസ്റ്റ്, ബോണിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്നവൻ ബോൺ സ്പെഷ്യലിസ്റ്റ്, ENTയെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്നവൻ ENT സ്പെഷ്യലിസ്റ്റ്, ആന്തരിക അവയവങ്ങളെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്നവൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്, നെർവിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്നവൻ ന്യൂറോളജിസ്റ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, MBBS 5 കൊല്ലം പഠിച്ചിറങ്ങിയേച്ച് ഹാർട്ടിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് കാർഡിയോളജിസ്റ്റായി, ബോണിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് ബോൺ സ്പെഷ്യലിസ്റ്റായി, നെർവിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് ന്യൂറോളജിസ്റ്റായി. അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് പഠിച്ച് ഡോക്ടറായ ഒറ്റ ഡോക്ടറെ കാണിച്ചു തരാമോ?
ഒരു കാര്യം പറയാം, കണഞ്ഞാങ്കുടുക്ക പോലുള്ള ഈ തല കൊണ്ട് ഒരു പുരുഷായുസ് മുഴുവൻ പഠിച്ചാൽ ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും പഠിച്ചു തീർക്കാൻ ഇന്നത്തെ മനുഷ്യന് കഴിയത്തില്ലെങ്കിൽ ഇതിനെ കൈകളിൽ മെനഞ്ഞ ദൈവത്തിൻ്റെ പരമബുദ്ധി എത്രയുണ്ടെന്ന് ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതൽ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, ഞാൻ സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല, പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട കർത്താവുമായവൻ്റെ മഹാബുദ്ധിക്ക് മുൻപിൽ ഞാൻ ഇന്ന് പകൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, അത്ര വലിയവനാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ഗ്ലോറി ഗ്ലോറി. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ശബ്ദം ഉയർത്തിയൊന്ന് പറഞ്ഞേ, ദൈവത്തിന് സ്തോത്രം. ശബ്ദം ഉയർത്തിയൊന്ന് പറഞ്ഞേ, എല്ലാം നാവിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവേ, നിന്റെ ജ്ഞാനം എത്ര വലുതാണെന്ന് കാണാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കുന്ന ഈ ആരാധനയ്ക്കകത്ത് എഴുന്നള്ളി വന്നിരിക്കുന്നവൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ എൻ്റെ ഹൃദയം തുറക്കുന്ന പകലായി പകൽ തീരണമേ. ഓ ദൈവത്തിന് സ്തോത്രം. 335 ഗ്രാം തൂക്കവും മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്ന ഒരു കൊച്ചു പമ്പ് 70 വയസ്സ് പൂർണ്ണമാകുമ്പോഴേക്കും 250 കോടി തവണ ഇടിക്കത്തക്ക വിധം ആരും ഇതുവരെ വാൽവ് മാറ്റിവെക്കാതെ എൻ്റെ ശരീരത്തെ ആരോഗ്യത്തോടെ ഇന്ന് പകൽ സൂക്ഷിച്ച് ആലയത്തിൽ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതെന്ന് തിരിച്ചറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, അത് ശരീരത്തിലേക്ക് ബലഹീനതയായി, അത് രോഗമായി ക്രമേണ എന്നെ മരണത്തിലേക്ക് നയിക്കത്തക്ക വിധം, ഈ വിശുദ്ധ മേശ കാരണമാകാതിരിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തെ പവിത്രമായി ഇന്ന് പകൽ മേശയ്ക്ക് മുൻപിൽ കരഞ്ഞൊരുക്കത്തക്ക വിധം ദൈവശക്തി എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് ആത്മാവിൽ പറയണം. ഈ വിശുദ്ധ മേശ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും ബലഹീനതയ്ക്ക് കാരണമാകരുത്. വേദപുസ്തകം നിങ്ങൾ പഠിച്ചു നോക്കൂ. വർത്തമാന കാലത്ത് വിധിയുണ്ട്. ദൈവത്തിൻ്റെ കാലഗണന നിത്യതയുടെ കാലഗണനയാണ്. ഇനി അടുത്തത് നമ്മുടെ കാലഗണന ഏറെയായാൽ 80. ഈ 80 കൊല്ലത്തെ കാലഗണന വെച്ച് ദൈവത്തിൻ്റെ കാലഗണന അടക്കുമ്പോൾ നമ്മൾ ഓർക്കും ന്യായവിധി ഇല്ലെന്ന്. പക്ഷേ വേദപുസ്തകം പഠിച്ചു നോക്ക്. ദൈവത്തിൻ്റെ കാലഗണന മനുഷ്യൻ്റെ കാലഗണനയും കാലാനുപാതത്തിലല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പിടികിട്ടുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ ദൈവം കണക്ക് തീർക്കുന്ന ദൈവമാണ്. അവൻ ഇന്നലെ കണക്ക് തീർത്തിട്ടുണ്ട്, അവൻ ഇന്ന് കണക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ്, അവൻ നാളെ കണക്ക് തീർക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവേ, നിന്റെ വചനത്തിൻ്റെ മുൻപിൽ മേശയിൽ കൈനീട്ടി കണക്കേറ്റെടുക്കാൻ എനിക്കിടയാകരുതേ എന്ന് പറയുന്ന ദൈവമക്കളെ കരം ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. ഗ്ലോറി ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇനിയും പറയുന്ന കാര്യം ദൈവമക്കൾ ശ്രദ്ധിക്കണം. വേദപുസ്തകം പഠിച്ചാൽ വർത്തമാനകാലത്ത് തന്നെ വിധി നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര തെളിവ് വേണം? ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധ തിരുവെഴുത്തിൽ സഹോദരൻ്റെ വസ്ത്രം ധരിച്ച് ഈ യാക്കോബ് അപ്പനെ കളിപ്പിച്ചു. വസ്ത്രം ധരിച്ച കളിപ്പിച്ചേ. ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ്റെ മക്കൾ വനത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ഒരു പൊതിക്കെട്ടുമായിട്ടാണ് വന്നേ. അപ്പാ, ഇത് നിന്റെ വാത്സല്യപുത്രൻ ജോസഫിൻ്റെതാണോ എന്ന് നോക്ക്. പൊതിക്കെട്ടടിച്ച് ചൊത്തിരി നേരം അപ്പൻ കരഞ്ഞു. ജീവിച്ചിരിക്കുന്ന മകൻ്റെ മരണരംഗം കണ്ടുകൊണ്ട് ഈ കൊടും ചതിവ് അനുഭവിക്കുമ്പോൾ, യാക്കോബെ, കണ്ണ് കാണാൻ വയ്യാത്തവനെ നീ പണ്ട് കളിപ്പിച്ചു, നിന്റെ കണ്ണ് കാണുമ്പോൾ തന്നെ നിന്നെ തിരിച്ച് കളിപ്പിക്കത്തക്ക വിധം ഒരു തിരിച്ചടിയാണ് ഇതിന് പുറകിൽ വ്യാപരിക്കുന്നത്. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. സ്തോത്രം. നമുക്കറിയാം, ശിംശോന്റെ പാപം കണ്ണുകളിലായിരുന്നു. എന്നാൽ അതിൻ്റെ പരിണിത ഫലമായി അവൻ അനുഭവിച്ച് തീർന്നത് കണ്ണു കുത്തി പൊട്ടിക്കപ്പെട്ടവനായിട്ടുള്ള ശിക്ഷയായിരുന്നു. വാച്ചർ മൊർദെഖായി, ദൈവത്തിൻ്റെ ദാസൻ മൊർദെഖായി ഹാമാന്റെ മുൻപിൽ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടുകൊണ്ട്, ഓർക്കുക, ഉള്ളിൽ പക പുലർത്തി. കാലം മുൻപോട്ട് നീങ്ങി. ഏതാണ്ട് 50 മുഴം ഉയരത്തിൽ ഒരു കഴുകുമരം തീർത്തു. കഴുകുമരത്തിൻ്റെ വലിപ്പം നമ്മുടെ നാട്ടിൽ ഒരു തെങ്ങക്കൊന്നിൻ്റെ, ഒരു കൊന്നത്തെങ്ങിൻ്റെ വലിപ്പമുണ്ട്. അത്ര വലിപ്പം, 10 അടി പൊക്കത്തിലെ കഴുകുമരം മതി കൊല്ലാൻ. പക്ഷേ പുള്ളി 50 മുഴം ഉയരത്തിൽ ഈ കഴുകുമരം ഉണ്ടാക്കിയതിന് ഉദ്ദേശം എന്നറിയാമോ? ഇവൻ തൂങ്ങിയാടിയാൽ ഈ നാട്ടുകാർ മുഴുവൻ ആ ബോഡി കാണണം എന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ കഴുകുമരം ഉണ്ടാക്കാനേ നിനക്ക് പറ്റൂ,
ഏത് കഴുത്ത് വേണം ആ കഴുകുമരത്തിൽ കുരുങ്ങാൻ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. വചനം കേൾക്കുന്ന ദൈവമക്കൾ ഭയത്തോടെ കേൾക്കണം. കൊട്ടാരത്തിനകത്ത് ശുശ്രൂഷ ചെയ്യാനെത്തിയ ദാവീദിനെ അതെ ശൗൽ മുൻപിലിരിക്കുന്ന കുന്തമെടുത്ത് ചങ്കിന് നേരെ ചാണ്ടി. അതിനകത്ത് ആ ദാവീദ് ഒഴിഞ്ഞു മാറി. നിങ്ങൾ ഓർക്കണം, ഈ പകൽ ഇത് ഗൗരവത്തോടെ കേൾക്കണം. മരണം കഴിഞ്ഞിട്ടും ദൈവത്തിൻ്റെ ന്യായവിധി കഴിഞ്ഞില്ല. അന്ന് രാത്രിയിൽ ബത്ശേമ്യർ നടന്നു വന്ന് ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് അവരുടെ ക്ഷേത്രത്തിൻ്റെ ചുവരിൽ തൂക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഒന്ന് ഊഹിക്കാൻ കഴിയുന്ന രീതി ഞാൻ പറയാം. ശൗലിൻ്റെ മരണം ആത്മഹത്യയായിരുന്നു. ആത്മഹത്യയിലും മരിക്കാഞ്ഞത് കൊണ്ടാണ് കഴുത്തുവെട്ടന് വന്നത്. പക്ഷെ ഉദരം പിളർന്ന് കുടൽമാലയ്ക്കപ്പുറത്തേക്ക് കുന്തം പോയി കഴിഞ്ഞു. രാത്രിയിൽ കടന്നു വന്ന ബത്ശേമ്യർ ഈ ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ അതൊരു ക്ഷേത്രത്തിൻ്റെ അറപ്പടിയിൽ തൂക്കിയിടണമെങ്കിൽ നിശ്ചയമായും ഒരു കുന്തത്തിൽ അത് തൂങ്ങിക്കിടക്കുകയാണ്. ഒരു അറപ്പടിയിൽ കുന്തത്തിൽ ശൗലിൻ്റെ ബോഡി തൂങ്ങിക്കിടക്കുമ്പോൾ മരണം കഴിഞ്ഞും ഈ ഒരു പ്രവൃത്തിയ ബോഡിയിൽ വരാൻ കാര്യമെന്താ? പണ്ട് പാട്ടുപാടാൻ കൊട്ടാരത്തിനകത്തെത്തിയവന് നേരെ കുന്തം ചാണ്ടിയ ആ കുന്തത്തിൻ്റെ മേൽ എൻ്റെ ദൈവം വെച്ച ഡേറ്റ് തിരിച്ചടക്കുകയായിരുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, കയ്യടിയിൽ അവസാനിക്കുന്നതല്ലേ ആത്മവ്യാപാരം. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് തിരിച്ചടി ഏറ്റുവാങ്ങുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുതേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. വിശുദ്ധ മേശ നിന്റെ കൈകളിൽ വരുന്നതിന് മുൻപ് നിന്റെ മനോമണ്ഡലത്തെ മരവിപ്പിച്ചുകൊണ്ട് അവിവേകമായ പലതും ചെയ്യാൻ നിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ബന്ധനത്തെ അഴിച്ചുമാറ്റി എൻ്റെ തലമുറയ്ക്കും എൻ്റെ കുടുംബത്തിനും ബന്ധനം വരുന്നതൊന്നും എൻ്റെ ജീവിതം കൊണ്ട് സംഭവിക്കാതിരിക്കത്തക്ക വിധം ഇന്ന് പകൽ കരഞ്ഞേ ഞാൻ കർത്തൃമേശയിൽ കൈനീട്ടു എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ സഭായോഗ സാധാരണ സഭായോഗമല്ല. എൻ്റെ നാഥൻ ഇതിനകത്ത് തേജസ് ഉടുത്തുകൊണ്ട് നടക്കുകയാണ്. അവൻ്റെ പാദപതനങ്ങൾ ആത്മാവിൻ്റെ ചെവിയിൽ കേൾക്കുന്ന ദൈവമക്കൾ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണം. വിശുദ്ധ മേശയിൽ നീ കൈനീട്ടാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആവർത്തിച്ചു പറയുന്നു, വ്യക്തിപരമായ ജീവിതത്തെ കഴുകാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ദൃശ്യ വസ്തുവിന്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നു. ഗ്ലോറി ഗ്ലോറി ചീരാ ദൽഘടക നഗൽഘടക രൗദര അധികനയാ രഗനക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓ രക്തത്താൽ ജയം. ആധുനിക ഉണർവ് പ്രസ്ഥാനങ്ങളിൽ അബദ്ധ പഞ്ചാംഗം വായിക്കുന്ന വചനപാണ്ഡിത്യമില്ലാത്ത പല പ്രഭാഷകന്മാരും. ഇന്നത്തെ പ്രസംഗകരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരാത്മീയ ശിഷ്യത്വമില്ലെന്നുള്ളതാണ്. ടി ജി ഉമ്മച്ചനും വി ടി ജോസഫും ദൈവത്തിന് സ്തോത്രം കെ കെ ചെറിയാനും ആദിയായ പിതാക്കന്മാരുടെ കൂടെ നടന്ന് ഭാഗ്യമെടുത്ത് അവരുടെ കൂടെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ പ്രസംഗിച്ച് ശാസനയൊക്കെ ഏറ്റുവാങ്ങിയ നമ്മളോടൊക്കെ ചോദിക്കുമ്പോൾ ഒരു കൊച്ചു വേദശാസ്ത്ര തെറ്റ് പ്രസംഗിച്ചാൽ അന്ന് രാത്രി ഉറക്കം വരാത്ത സമയം നിലയിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പരിശീലനം കിട്ടാത്ത ഇന്നത്തെ തലമുറയ്ക്ക് സ്തോത്രം എന്തും പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ വചനത്തിൽ നിന്നും അണുവിടമാറാതെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് നേർക്ക് നേർ പറയുന്നു, നീ പാപം ചെയ്യുമ്പോൾ കൃപയിലാണെന്നും പാപത്തിലേക്ക് വീഴുകയല്ല കൃപയിലേക്ക് വീഴുകയാണെന്നും ഇന്നത്തെ തലമുറ തെറ്റായി പഠിപ്പിച്ച് ഞാൻ ഇന്നത്തെ ആത്മീയ ആരാധനയിലൊക്കെ ഒരു വസ്തുത കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, അതെ, ഈ കുഞ്ഞുങ്ങളൊക്കെ ദൈവകൃപയിൽ നന്നായി പാടുന്നവരാണ്. ഞാൻ പറയട്ടെ, ചില പാട്ടുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്തോത്രം, മുൻപിലൊക്കെ ഈ കളർ ലൈറ്റൊക്കെ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് ഈ കളർ ലൈറ്റിൽ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ സ്റ്റേജിൻ്റെ അടിയിൽ ഒരുതരം പുക പൊങ്ങുന്നൊരു സംവിധാനം വെക്കും. എന്നിട്ട് അന്യഭാഷയുടെ ആരാധനയുടെ ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഈ പുക ഷൂന്നും പറഞ്ഞ് പൊക്കിവിടും. ഇതൊക്കെ ദൈവകോപഹേതുവാണ്. ഞാൻ പറയാം, പഴയ നിയമത്തിലെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അഹരോൻ്റെ 2 മക്കളുടെ പട്ടം കൊടയുടെ ദിവസം അന്യാഗ്നി കത്തിച്ചപ്പൻ 2ഉം കത്തി വീണത് അതിൻ്റെ കാരണം തീ ആണിതെന്നും സ്തോത്രം. പുതിയ നിയമം ആരംഭിക്കുമ്പോൾ അവിശ്വസ്തത കാണിച്ച അനന്യാസഭീറമാർക്ക് ശവക്കുഴി തോണ്ടിയത് ഇത് കൈകൊട്ടിക്കളിയല്ല, ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന അഗ്നി അസാധാരണമാണെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക. മനഃശാസ്ത്ര ട്രിക്ക് കൊണ്ട് നടത്തേണ്ട ആത്മീയതയല്ല സഭയ്ക്കകത്ത് നടക്കേണ്ടത്. അനുതാപത്തിന്റെ കണ്ണുനീര് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതിന് നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. അത് ഭയത്തോടെ കൈകാര്യം ചെയ്യണം. ഭയത്തോടെ. ഞാൻ ചോദിക്കട്ടെ, ഒരു 30 കൊല്ലം മുമ്പ്, ഞാൻ ഈ സഭായോഗമായോണ്ട് അത്രയും തുറന്നു ചോദിക്കുന്നത്,
30 കൊല്ലം മുമ്പ്, 3 പതിറ്റാണ്ട് മുമ്പ് ആരാധനയിൽ പങ്കെടുത്ത സമയം ഏലിയാവിൻ്റെ കാര്യം പറഞ്ഞാലും നയമാൻ്റെ കാര്യം പറഞ്ഞാലും കരഞ്ഞെഴുന്നേക്കാത്ത ഒരു സഭായോഗം ഇല്ലായിരുന്നു. സ്തോത്രം ഇല്ലേ? പക്ഷെ ഇന്നോ ഒരു സഭായോഗത്തിലിരുന്ന് കരഞ്ഞിട്ട് എത്ര നാളായി? സ്തോത്രം. വളരെ അപകടാവസ്ഥയിലേക്ക് ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു. എൻ്റെ വല്യമ്മച്ചി 98 വയസ്സിൽ മരിച്ച എൻ്റെ വല്യമ്മച്ചി എന്നോടൊരു സംഭവം പറഞ്ഞു. മോനെ, കേരളത്തിലെ ഒരു പ്രത്യേക പട്ടണത്തിൽ എനിക്ക് നേരിട്ടറിയാവുന്ന ആ ബോഡി കത്തിക്കിടക്കുന്ന കാഴ്ച ഞാൻ നേരിട്ട് കണ്ട രംഗം. പട്ടണത്തിലേക്ക് ഒരാൾ ഇറങ്ങിച്ചെന്നു. വലിയ തറവാടിത്തമുള്ള ഒരാൾ മദ്യപിച്ച് നിൽക്കുകയാണ്. വാക്കേറ്റമുണ്ടായി. ഇതിനിടയിൽ അല്പം കയ്യേറ്റത്തിന് അവസരമുണ്ടായി. മനസ്സിൽ പക പുലർത്തിക്കൊണ്ട് ഇദ്ദേഹം അന്ന് വൈകിട്ട് അവിടെയുള്ള തുണിക്കടയിൽ നിന്നും ഒരു കൈലിയും ഒരു കരയൻ തോർത്തും വാങ്ങിച്ചു. 2 കൈലിയും 2 കരയൻ തോർത്തും വാങ്ങിച്ചു. അന്ന് രാത്രിയിൽ തൻ്റെ കൂടെയുള്ള നീചന്മാരായ കൂട്ടുകാരുമായി ഒരുമിച്ച് ചെന്ന് മല്ലപ്പള്ളിക്കടുത്തുള്ളൊരു മാർത്തോമ പള്ളിയുടെ സെമിട്രിയിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് അടക്കിയ ഒരു ഡെഡ് ബോഡി കുത്തിയെടുത്തു. നടന്ന സംഭവമാണ്. എന്നിട്ട് മല്ലപ്പള്ളിക്കടുത്തുള്ള ആറ്റുകടവിൽ അന്ന് വൈകിട്ട് ഇദ്ദേഹം ധരിച്ചിരുന്ന കൈലിയും ഇദ്ദേഹം ധരിച്ചിരുന്ന കരയൻ അതേ മുണ്ടും ഉടുപ്പിച്ച് തോളയിലിടിയിപ്പിച്ച് ഈ ബോഡി കത്തിച്ചു, വികൃതമാക്കി. ഇന്നത്തെ പോലെ DNA ടെസ്റ്റ് ഒന്നും ഇല്ലാത്ത ആ കാലത്ത് അന്ന് വൈകിട്ട് ആ കവലയിൽ ഏറ്റുമുട്ടലിൽ ഇദ്ദേഹത്തെ മർദ്ദിച്ചയാൾ മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ധരിച്ചിരുന്ന കൈലിയും മുണ്ടും അതേ രീതിയിൽ തന്നെ വൈകിട്ട് ഈ ബോഡിയെ ധരിപ്പിച്ച് കത്തിച്ചതുകൊണ്ട് എന്തിന് മർദ്ദനമേറ്റ താൻ അനുഭവിച്ചത് ആ സമയത്ത് ആൾക്കാർ കണ്ടതാണ്. ആ സമയം ഇന്ന ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് ആ മർദ്ദനമേറ്റയാൾ എന്ന് കണ്ടതുകൊണ്ട് ഈ ബോഡി കത്തിച്ചിട്ടിട്ട് പുള്ളി രാത്രിയിൽ തന്നെ മലബാറിന് മുങ്ങി. എന്തിന്? അന്നത്തെ പോലീസല്ലേ ഈ തറവാട്ടുകാരനെ, ഈ വഴക്കുണ്ടാക്കിയ ആളിനെ പിടിച്ച് ഉപദ്രവിച്ചത് മാത്രമല്ല അവൻ്റെ തറവാട് വെളുപ്പിച്ചു. കാരണം കൊലപാതകമാണ്. അവസാനം ഇദ്ദേഹം മലബാറിലേക്ക് ചില വർഷങ്ങൾ പാർത്തിന് ശേഷം ഭാര്യയും മക്കളും തൻ്റെ ഭർത്താവിൻ്റേതാണെന്ന് വിചാരിച്ച് ഈ ബോഡി ഏറ്റുവാങ്ങി പള്ളിയിൽ അടക്കി. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ ഒരു 11:30 വീടിൻ്റെ പിന്നാമ്പുറത്തൊരു ചെറിയ ചലനം. നോക്കിയപ്പോൾ ഇദ്ദേഹം വരികയാണ്. ഭാര്യ അലറി. അപ്പോൾ പറഞ്ഞു, ബഹളം വെക്കരുത്, ഞാൻ തന്നെയാണ്, സംഭവിച്ചത് ഇതാണ്, അവരോടുള്ള പക തീർക്കാൻ ഞാൻ ചെയ്തതാണ്. അവിടെ നിന്ന് രഹസ്യമായി മറഞ്ഞിരുന്ന് വസ്തു വിറ്റിട്ട് മറ്റൊരു സ്ഥലത്ത് വസ്തു വാങ്ങി. അതൊരു വനത്തോട് ചേർന്ന ഭാഗമായിരുന്നു. അമ്മുമ്മ കഥയല്ല, നടന്ന സംഭവമാണ്. അദ്ദേഹത്തിന് വനത്തിൽ പോകുക പതിവുണ്ടായിരുന്നു. ആ സമയം 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ആ പിഞ്ചു കുഞ്ഞുങ്ങളും തേട്ട തേടിയുള്ള ഇറച്ചിയുമൊക്കെയായി കപ്പയുമൊക്കെയായി മനോഹരമായി കഴിയുന്ന സമയം അന്നൊരിക്കൽ കല്ലൊരളിനകത്ത്, പഴയ ആളുകൾക്കറിയാം, കല്ലൊരളിനകത്ത് ഗന്ധകവും ഉപ്പും കൃത്യ അനുപാതത്തിൽ ചേർത്ത് വെടിമരുന്ന് ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഉറച്ചുപോയ വെടിമരുന്ന് അതിനകത്തുനിന്ന് ചെറുക എടുക്കുന്ന സമയത്ത് തോക്കിനകത്ത് മസിൽ ഗോൾ ലോഡിംഗ് ഗണ്ണിൽ കുത്തി ഉറപ്പിക്കുന്ന കമ്പി ഉപയോഗിച്ച് ഇതിനകത്ത് നിന്ന് കുത്തി ഇളക്കാൻ ശ്രമിക്കുമ്പോൾ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ആ ഉരളിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒന്ന് കുത്തി ഇളക്കുകയും എന്നൊരൊറ്റ കത്ത്. എന്തിന്? 3 ഡെഡ് ബോഡികൾ കത്തി വീണു. എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞ വാചകം, മോനെ, ആ ഡെഡ് ബോഡികൾ 3 ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ പോലീസുകാർ പായയുടെ പുറത്ത് വാഴേല വിരിച്ച് മൺമട്ടി കൊണ്ട് ഈ 3 ഡെഡ് ബോഡി വലിച്ചു കയറ്റുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് മല്ലപ്പള്ളി കടവിൽ പതിറ്റാണ്ടുകൾക്ക് പുറകിൽ രഹസ്യമായി കത്തിച്ച മാർത്തോമ പള്ളിയുടെ സെമിറ്ററിയിൽ നിന്ന് പൊക്കിയെടുത്ത ഡെഡ് ബോഡി ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ തകർത്തയിൽ അത് ആ കുടുംബത്തിൻ്റെ തറവാട് തകരത്തക്ക വിധത്തിൽ ഇടപെട്ടെങ്കിലും പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരിച്ചു കൊയ്തത് സത്യമാണെങ്കിൽ വചനം കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നമ്മുടെ പ്രവൃത്തികളുടെ പുറകിൽ തിരിച്ചടിക്കുന്ന ഒരു കരം സഭയുടെ പുറകിൽ എത്ര അധികം ചലിക്കുന്നുണ്ട്. ദൈവകൃപ പ്രാപിച്ച ദൈവപൈതലേ, ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് വാ തുറന്ന് കർത്താവിനോട് പറയണം, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിധി വരരുത്, എനിക്ക് എന്നെ തന്നെ കഴുകാനുള്ള ശക്തി
തരണം. എത്ര ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും? ഗ്ലോറി, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ശബ്ദമുയരട്ടെ. ഇന്ന് പകൽ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വലിയ ചിത്രത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ തുടങ്ങിയാണ്. ഞാൻ ഈ പറയുന്ന വിഷയം നിങ്ങളുടെ ഗൗരവമായ ചിന്തയിലേക്ക് കൊണ്ടുവരണം. ചിത്രം പോലെ നിങ്ങൾ കാണണം. ഇനിയുമുള്ള എൻ്റെ 8 മിനിറ്റ് കൊണ്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യാൻ പോകുകയാണ്. ഇനിയും വരുന്നത് ബാലശിക്ഷ ഒരു വിശ്വാസിയിൽ സംഭവിക്കുന്നതാണ് ഈ പറഞ്ഞ ഭാഗം. ബാലശിക്ഷ എവിടെ വരെ വരും? ചോദ്യം, ബാലശിക്ഷ എവിടെ വരെ വരും? ശ്രദ്ധിക്കൂ, ബാലശിക്ഷ അനന്യ സഭീറമാരെ എവിടെ വരെ എത്തിച്ചോ അവിടെ വരെ എത്തിക്കും. അപ്പോൾ പിന്നെ പാസ്റ്ററെ, ചിലതിന് ഒരു ബാലശിക്ഷ ഇല്ലല്ലോ. കാരണം എത്രയോ കാലമായി സകല കള്ളത്തരങ്ങളും കാട്ടിയാലും സകല തെറ്റും കാട്ടിയാലും ചിലതിനൊരു ബാലശിക്ഷ ഇല്ലല്ലോ. ബാലശിക്ഷ ആർക്കാ? തിരുവെഴുത്ത് എബ്രായ ലേഖനം 12-ാം അധ്യായം പറയുന്നു, മക്കൾ ശിക്ഷിക്കാത്ത, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ? നിങ്ങൾ മക്കളെങ്കിൽ ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല. കൗലടയൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വ്യഭിചാര സന്തതി. സ്വന്തം തലമുറയ്ക്ക് മാത്രമേ അപ്പൻ അടി കൊടുക്കൂ, നാട്ടുകാരുടെ മക്കൾക്ക് കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ ബാലശിക്ഷ ചിലർക്കില്ലാത്തതിൻ്റെ കാരണമെന്നറിയാമോ? ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നടയടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇടത്തെ കാല് കയറ്റി വെച്ചാൽ മുടിക്കാൻ വന്നവനാന്നോടാ, വലത്തെ കാല് കയറ്റി വെച്ചാൽ പൊറുക്കാൻ വന്നവനാന്നോടാ നടയടി. എന്നാൽ വിധി കഴിഞ്ഞ് തൂക്കിലിടാൻ വിധിച്ചാൽ അത് കഴിയുമ്പോൾ ഒരു നടയടിയുമില്ല. ആഗ്രഹിക്കുന്ന ഭക്ഷണം കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്നാന്നറിയാമോ? തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ പിന്നെ ജയിൽ പീഡനമില്ല. സഭയ്ക്കകത്ത് നിത്യ നരകത്തിന് വേണ്ടി മാറ്റിവെച്ച് കല്ലിച്ചു പോയ മനുഷ്യരുണ്ട്. അവർ കർത്തൃമേശ പാത്രത്തോടെ വിഴുങ്ങിയാൽ ഒരു ശിക്ഷയും വരികയില്ല. മനസ്സിലായില്ല? ഒന്നുകൂടെ ഞാൻ പറയാം. സഭയ്ക്കകത്ത് നിത്യ നരകത്തിന് വേണ്ടി മാറ്റിവെച്ച ചില പിന്മാറ്റക്കാരുണ്ട്. അവർ കർത്തൃമേശയുടെ ജാറോടെ കുടിച്ചാലും ഒരു ശിക്ഷയും വരികയില്ല. എന്നാൽ നീ നിത്യതയ്ക്കായിട്ടാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നീ അനുതപിക്കത്തക്ക വിധം ചില ശിക്ഷാ നടപടികൾ ശരീരത്തിന്മേൽ ദൈവം അനുവദിക്കും. എന്നാൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ ഇനിയും ആ വിഷയത്തോട് വരാൻ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മ പ്രകാശിപ്പിച്ച ചിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവേ, എനിക്കിത് ശിക്ഷയ്ക്ക് ഹേതുവാകരുത്. വിശുദ്ധ തിരുവെഴുത്തിൽ 2 പ്രത്യേക സംഭവം നിങ്ങൾ ഓർക്കണം. ആഹാബിനെ പടയിൽ കൊല്ലേണ്ടതിന് ആരവനെ വശീകരിക്കും എന്നൊരു ചോദ്യം ദൈവസന്നിധിയിൽ ഉയരുന്നു. അപ്പോൾ ഒരു ദുരാത്മാവ് പുറപ്പെട്ടു വന്നിട്ട് പറയുന്നു, ഞാൻ അവനെ വശീകരിക്കും. എങ്ങനെ? ഞാൻ പുറപ്പെട്ട് അവൻ്റെ 400 പ്രവാചകന്മാരുടെ നാവിൽ പോഷ്കിൻ്റെ ആത്മാവായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഒരുമിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 400 പ്രവാചകന്മാരിൽ ഒരുത്തൻ തലയിൽ പ്രത്യേക കൊമ്പുണ്ടാക്കി വെച്ച് അനുകൂലം പ്രവചിക്കുക. ആ സമയത്ത് ഒരുത്തൻ മാത്രം എതിരെ പ്രവചിച്ചു. പ്രവചിച്ചതിന് ചെവിട്ട തടിയും കിട്ടി, അദ്ദേഹം വരുന്നത് വരെ പീഡനവും കിട്ടി. പക്ഷേ അവസാന ഘട്ടം വന്നപ്പോൾ ആ പ്രവചനത്തിൽ നിത്യതയിൽ പ്ലാൻ ചെയ്ത കാര്യം അതുപോലെ നിവർത്തിക്കപ്പെട്ട് പട്ടി അവൻ്റെ ശരീരം തിന്നത്തക്ക രംഗത്തെത്തിച്ചു. നിങ്ങൾ ഓർക്കണം, ഇവിടെ ഒരു യുദ്ധത്തിൻ്റെ വിജയം, കക്ഷിയുടെ മരണം സ്വർഗം ഡിസൈൻ ചെയ്യുകയാണ്. സ്തോത്രം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിനെ പുല്ല് തീറ്റിയതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ വിധി ദൂതന്മാരുടെ നിർണയം, ഈ വിധി വിശുദ്ധന്മാരുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയിൽ ശിക്ഷാ നടപടി ഉണ്ടാകുന്നതിന് മുൻപ് സ്വർഗത്തിൻ്റെ കൗൺസിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കും. ഇന്ന് പകൽ ശ്രദ്ധിക്കുക, നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു കൗൺസിലുണ്ട്, കോസ്മോസിക് കോർട്ട് എന്ന് ഞാൻ ആ കോർട്ടിനെ കുറിച്ച് പറയുന്നു. ആ കോർട്ടിലേക്ക്, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഇടയിലേക്ക് നിങ്ങൾക്കെതിരെ വാദിക്കാൻ ഇന്ന് പകൽ സഭായോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ എത്തി നിൽക്കുന്നു. ആ സാത്താന്യ ശക്തികൾ അവിടെ നിന്നിട്ട് പറയുന്നു, ഓ നോക്ക്, ഫോണിൽ കൂടെ സംസാരിച്ചത് അവിവേകമാണ്, ഭാര്യയോട് സംസാരിച്ചത് അശ്ലീലമാണ്, കുടുംബജീവിതത്തിൻ്റെ പുറത്തെ ബന്ധങ്ങൾ അമാതൃകയാണ്, ഇവൻ്റെ മരണ ദിവസങ്ങൾ അടുത്തിരിക്കുകയാണ്, ഇവനെ കൊല്ലേണ്ടതിന് പ്ലാൻ ചെയ്യണം, അത് ആക്സിഡൻറ്റിലാകട്ടെ ക്യാൻസറിലാകട്ടെ ഇവനെ ബന്ധിച്ചേ പറ്റൂ. നീ നീതിമാനാണെങ്കിൽ അവിടുത്തെ വചനം പറയുന്നു, അയോഗ്യമായി ഇത് കഴിച്ചാൽ മരണമാണ് എങ്കിൽ ഈ ദിവസങ്ങൾ അവൻ്റെ മേലുള്ള വിധി പൂർണ്ണമാക്കണം. സ്വർഗത്തിൻ്റെ വാദിക്കൂട്ടിൽ നിന്നുകൊണ്ട് പിശാച് വാദിക്കുക. അപ്പോൾ ദൈവസ്നേഹം പറയുക, അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലയോ, എൻ്റെ പുത്രൻ്റെ രക്തം അവന് വേണ്ടി ചൊല്ലിയതല്ലയോ, ഞാൻ എങ്ങനെ അവനെ കൈവിട്ട് കളയും? സ്വർഗം തീരുമാനിക്കുന്നു.
സഭയിലെ ചുമതലപ്പെട്ടവരുടെ മനസ്സിൽ ഈ വിധി നടപ്പിലാകുന്നതിന് മുൻപ് ഒരു ബൈബിൾ ക്ലാസ്സിന് അവസരം ഉണ്ടാക്കാം. പ്രഭാഷണം നടക്കുന്നു, കേൾക്കാൻ മുൻപിൽ വന്നിരിക്കുന്നു. പക്ഷേ ആ വിധിക്ക് ഒരുങ്ങുന്നയാൾ, ശിക്ഷ ഏറ്റെടുക്കുന്നതിന് ഒരുങ്ങുന്നയാൾ ദൈവത്തിൻ്റെ ആലോചനയെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നു. ഇതിന് മുൻപിൽ സാത്താൻ വേഗം ചെല്ലുന്നു. ഒരാഴ്ച ക്ലാസ് നടന്നു, ഒരു മാറ്റവുമില്ല, വീണ്ടും തുടരുകയാണ്. അടുത്തതായി ശരീരത്തിൽ ചെറുക ബലഹീനത തുടങ്ങുന്നു. അത് ക്രമേണ രോഗത്തിലേക്ക് നീങ്ങുന്നു. സമയമെത്തുന്നതിന് മുൻപ് 80 വയസ്സ് പ്ലാൻ ചെയ്ത ആയുസ് 55 വയസ്സിൽ അവസാനിക്കുന്നു. അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും അവൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ആ 2 കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ സഹോദരങ്ങളും ശബ്ദമുയർത്തിയൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ വിശുദ്ധ മേശയിലേക്ക് കരങ്ങളെ നീട്ടാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ അവിവേകത്തിന് മുൻപിൽ സർവശക്തൻ്റെ ഇടപെടൽ ആരംഭിക്കുകയാണ്. എന്നെ കഴുകണമേ കർത്താവേ, എന്നെ കഴുകണമേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എല്ലാ ദൈവമക്കളുടെയും നാവിൽ സ്തോത്രത്തോടെ ശബ്ദമുയരട്ടെ കേട്ടോ. പുറത്ത് ആർക്കും അറിയില്ലായിരിക്കും, പക്ഷെ അകം കാണുന്ന കർത്താവിൻ്റെ കണ്ണുകൾ നിന്റെ കുടുംബത്തെ നന്നായി കാണുകയാണ്. എന്നോട് ശ്രദ്ധിച്ചേ, എന്നോട് കാര്യം പറയാം. ഞാൻ ഈ കഴിഞ്ഞ നാളുകൾക്ക് പുറകിൽ പ്രാർത്ഥനാ സംഘത്തിനൊരു കത്ത് വന്നു. ആ കത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു സഹോദരി എഴുതിയിരിക്കുക, പാസ്റ്ററെ, ആനയും അമ്പാരിയും പണവും പ്രതാപവും പത്രാസുമുള്ളൊരു വലിയ വീട്ടിലേക്കാണ് എൻ്റെ അപ്പൻ ഇല്ലാത്ത പണം കൊടുത്ത് എന്നെ വിവാഹം കഴിപ്പിച്ചത്. കല്യാണം കഴിച്ചപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഈ വീട്ടിൽ വന്ന് കയറിയത്. പക്ഷേ 3 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ഞാനല്ലാതെ സന്തോഷിക്കാൻ ചില വഴിയുണ്ടെന്ന് നന്നായി മനസ്സിലായത്. നേരിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതെയായി. ആ സഹോദരി കുറിക്കുക, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. റാന്നിയിലെ പ്രതാപമുള്ള അതേ പമ്പയാറിൻ്റെ കരയിലെ ഒരു ബഹുനില ബംഗ്ലാവാണ് പശ്ചാത്തലം. ആ മുറിക്കകത്ത് 3 കുഞ്ഞുങ്ങളെ, 3ഉം 5ഉം 10ഉം വയസ്സ് പ്രായമുള്ള 3 കുഞ്ഞുങ്ങളെ ഉറക്കിക്കിടത്തിയിട്ട് പകൽ പോച്ച പറിക്കാൻ പോയപ്പോൾ പിൻപിൽ കണ്ട ആറ്റിലെ ഒരു കടവ് ആത്മഹത്യക്ക് കണ്ടുവച്ചതിന് ശേഷം ഈ സഹോദരി രാത്രിയിൽ ഈ കുഞ്ഞുങ്ങളെ ഉറക്കിയിട്ട് 2 മണിക്ക് ശേഷം എഴുന്നേറ്റ് വീടിൻ്റെ പിൻപിലത്തെ കതക് തുറന്ന് നേരെ ആറ്റുകടവിലേക്ക് ഓടി. ആറ്റുകടവിലെ കല്ലിലോട്ട് കയറി നിന്ന് ചാടാൻ തുടങ്ങുന്ന സമയം കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് കരയുന്നത് പോലെ തോന്നി. നിയന്ത്രണം വിട്ട് ആ അമ്മ തിരിച്ചോടി. കതക് തുറന്ന് കയറി ചെല്ലുമ്പോൾ ഈ കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് 2 വശത്തോട്ടും ഇരുട്ടിൽ തപ്പിയിട്ട് മമ്മീ എന്ന് പറഞ്ഞ് കരയുകയാ. ആ സഹോദരി കുറിച്ചത്, എൻ്റെ 3 കുഞ്ഞുങ്ങളെയും വാരി പിടിച്ചുകൊണ്ട് ഞാൻ രാത്രിയിൽ 2:30 ഒരു തീരുമാനമെടുത്തു. മക്കളെ, ഞാൻ ഇനി ആത്മഹത്യ ചെയ്യില്ല. ഈ വീട്ടിൽ ഞാൻ കുടുംബജീവിതം അഭിനയിക്കും. പാസ്റ്ററെ, എനിക്കറിയാം ഇത് പുറത്തു പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ അഭിമാനം തകരുമെന്ന്. ഇല്ല, ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ഈ വീട്ടിൽ അഭിനയിക്കുന്നു. ഞാൻ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എക്സ്റേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക്, സ്കാനിങ്ങിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക് സർവശക്തൻ്റെ കണ്ണുകൾ കത്തിക്കാളി കയറി ചെല്ലുന്നു. നിനക്ക് നേരെ മുഴങ്ങുന്ന ജീവൻ്റെ വചനത്തിൻ്റെ മുൻപിൽ എന്നെ കഴുകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കരങ്ങൾ കർത്താവിന് സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചേ. ഒരു നിമിഷം ശബ്ദമുയർത്തിയൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാം നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. കരയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരയണം. അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന് മഹത്വം. ദൈവത്തിൻ്റെ തേജസ് ഈ സഭായോഗത്തിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുന്ന ഈ പകലിൽ എന്നെ കഴുകണേ അപ്പാ, എന്നെ കഴുകണേ. എൻ്റെ ജീവിതത്തിലെ അവിവേകങ്ങളെ കഴുകണേ.
വിശുദ്ധമല്ലാത്ത ഒരു ഫോൺ സന്ദേശം പോലും എൻ്റെ മൊബൈലിൽ മുഴങ്ങാൻ പാടില്ല. പവിത്രതയ്ക്ക് യോജിക്കാത്തതൊന്നും എൻ്റെ സ്വകാര്യതകളിൽ ആധിപത്യം പുലർത്താൻ പാടില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനം നിൻ്റെ ശരീരത്തിന്മേൽ പിന്നീട് പിടിമുറുക്കിയിട്ട് അത് ചില രോഗങ്ങളുടെ തുടക്കമായി മാറിയിട്ട് അത് ക്രമേണ ബലഹീനതയായി പ്രബലപ്പെട്ടിട്ട് ഒടുവിൽ ശ്മശാന ഉറക്കത്തിൽ എത്തിക്കത്തക്ക വിധം ഈ വിശുദ്ധ മേശ എതിരെ വാദിക്കാതിരിക്കേണ്ടതിന് ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിനകത്തിയ വിടുതലുകൾ സംഭവിക്കേണ്ടതിന് കർത്താവിൻ്റെ കരം ആത്മാവിൽ ചലിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചേ. എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇതിനകത്തിലെ ഓപ്പറേഷനുകൾ നടക്കുകയാണ്. ഇതിനകത്തിലെ ഓപ്പറേഷനുകൾ നടക്കുകയാണ്. കത്തി തൊടാത്ത ചില ശസ്ത്രക്രിയകൾ ഇതിനകത്ത് നടക്കുകയാണ്. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾ ചിലതിനെ തൊടുകയാണ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ ചോദിക്കട്ടെ, ഒരു വാക്കൂടെ എന്ന് പറഞ്ഞോട്ടെ. എൻ്റെ കറക്റ്റ് ടൈമായി എങ്കിലും ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ. ഭർത്താക്കന്മാരോട് കൊടിയ വൈരാഗ്യം ഇന്നലത്തെ ബലഹീനതയിൽ ക്രമീകരിക്കപ്പെട്ടതിന് ശേഷവും വെച്ചു പുലർത്തുന്നവരുണ്ടോ? ഭാര്യമാരോട് കൊടിയ വൈര്യം കുടുംബജീവിതത്തിൽ ചില വിഷയത്തിൻ്റെ പുറകിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വെച്ചു പുലർത്തുന്നവരുണ്ടോ? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു ചർച്ചിൽ ഫാമിലി ക്ലാസ് 3 ദിവസത്തെ ഫാമിലി ക്ലാസ് എന്ന നിലയിൽ ഇതുപോലെ പവർ പോയിന്റ് ഇട്ട് ക്രിസ്തീയ കുടുംബജീവിതം എന്ന വിഷയം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. 2-ാം ദിവസം വൈകിട്ട് നടന്ന സംഭവമാണ്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞേ ക്ഷമിക്കണ്ട. ഇങ്ങനെ ഞാൻ പറഞ്ഞതാ, ക്ഷമിക്കണ്ട, നീ വെച്ചോണ്ടിരി. അർദ്ധരാത്രിയാകുമ്പോൾ അടുത്ത് കിടക്കുന്ന ഭർത്താവ് പറയും, വല്ലാത്ത ഒരു പരവേശം, എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. നീ അടുക്കളയിലേക്ക് ഓടും വെള്ളമെടുക്കാൻ. അടുക്കളയിലെത്തി വെള്ളമെടുക്കുമ്പോഴേക്കും ഇവിടെ അലർച്ച കേൾക്കാം. തിരിച്ചു വരുമ്പോൾ പച്ചത്തടി പോലെ കിടക്കുന്നു. ദേഹത്തോട്ട് തൊട്ടപ്പോൾ നെടുവിട വിയർത്തിരിക്കുന്നു. ശരീരം വല്ലാതെ തണുത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് വീട്ടുകാരെ വരുത്തുന്നു, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അപ്പോഴേക്കും ആള് പോയി. ആ സമയം നീ പറയും, അയ്യോ, ഒന്ന് ക്ഷമ ചോദിക്കാൻ പോലും പറ്റിയില്ലല്ലോ. ഇന്ന് നീ വിട്ടുകളയുന്ന പകലാകണം. ഇത് പറഞ്ഞു കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ മുൻപിൽ 60 വയസ്സ് കഴിഞ്ഞ ഒരച്ചായൻ വന്നു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, എന്നോടാ പറഞ്ഞത്. പറഞ്ഞു, എൻ്റെ 35-ാമത്തെ വയസ്സിൽ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ചിത്രം ഇൻ്റർനെറ്റ് വഴി അന്ന് നേരിട്ട് കണ്ടതിൻ്റെ പേരിൽ എൻ്റെ ഭാര്യ തെറ്റിദ്ധരിച്ച് എന്നോടൊരു പ്രതിജ്ഞ എടുത്തു. എന്താ പ്രതിജ്ഞ എന്നറിയാമോ? ഇനി മരണം വരെ എൻ്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഞാൻ തരില്ല. അപ്പം ഞാൻ ഈ 60-കാരനോട് ചോദിച്ചു, ഇത്രയും വർഷങ്ങൾ ഈ പ്രതിജ്ഞ പാലിച്ചു പാസ്റ്ററെ. അപ്പോൾ വീട്ടിൽ നിന്നല്ല കഴിക്കുന്നേ. പറഞ്ഞു, ആന്നു, ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുകയല്ലാതെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ കയ്യിൽ തരില്ലെന്ന് 30 വയസ്സ് കഴിഞ്ഞപ്പോൾ അവളുടെ പ്രതിജ്ഞയിൽ ഇപ്പോഴും അവൾ നിൽക്കുന്നു. കുടുംബജീവിതം അന്ന് മരിച്ചതാണ്. ഈ മനുഷ്യൻ രക്ഷാനിർണയം പ്രാപിച്ചു, കൃപയിലേക്ക് വന്നു, അനുതാപമൊക്കെ ഉണ്ടായി, വളരെ പ്രായമായി, വളരെ ബലഹീനതയിലാണ്. പക്ഷേ ആത്മീയ ജീവിതത്തിൽ നല്ലതായിരുന്നെങ്കിലും കുടുംബജീവിതം അഭിനയമായിരുന്നു. അടുത്തൊരു ദിവസം ഞാനൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ, ഓടി ഹോസ്പിറ്റൽ വരെ വരണം. ഓടി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ, അയ്യോ, പച്ചത്തുണി മൂടിയിട്ടിരിക്കുന്നു, കാലെ പിടിച്ചുകൊണ്ട് ആ സ്ത്രീ കരയുകയാണ്. അപ്പോൾ പറഞ്ഞ വാചകം എങ്ങനെയാ, പാസ്റ്ററെ, ഒന്ന് ക്ഷമ ചോദിച്ച് നിരപ്പാൻ പോലും പറ്റിയില്ല, നിമിഷം കൊണ്ടാ സംഭവിച്ചത്. ഈ ശുശ്രൂഷ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പറയാൻ എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവാത്മാവ് തൊടുന്ന പകലായി പകൽ. വിശുദ്ധ മേശ അഭിനയമല്ല. ജീവിതത്തിലെ ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിച്ച് കുടുംബജീവിതത്തിൻ്റെ ആന്തരിക ബന്ധത്തെ സാത്താൻ തകർത്തിട്ട് നിങ്ങൾ തമ്മിലുള്ള ഗാഠമായ സ്നേഹബന്ധത്തെ ഉലച്ച് നിങ്ങൾക്ക് നടുവിൽ പിശാച് കയറി ഭരണം നടത്തുമ്പോൾ ആ ബന്ധനത്തെ അഴിച്ചിട്ട് ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി വീട്ടിലേക്ക് പകർന്ന് വ്യാപരിച്ച് ഒരു വലിയ വിടുതൽ ആരംഭിക്കുന്ന പകലായി ഈ പകൽ തീരാൻ തുടങ്ങുന്ന പകലാണ്. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആയുസിൻ്റെ ദിവസങ്ങളിൽ ഒരു അനുതാപത്തിൻ്റെ
കണ്ണുനീരൊഴുകുന്ന പകലായി പകൽ തീരേണ്ടതിന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. വെറുതെ ഉള്ള ഒരു പ്രസംഗമായി നിങ്ങൾ ഇതിനെ പരിഗണിക്കരുത്. ഇത് നിങ്ങൾ ചിലർക്കുള്ള പ്രവചന ശബ്ദമായി ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗത്തോടെ പറയുകയാണ്. വിശുദ്ധ മേശയിൽ കരം നീട്ടാൻ തുടങ്ങുന്ന നിന്റെ കുടുംബത്തിൽ തിരിച്ചടി ഉണ്ടാകത്തക്ക വിധത്തിൽ ഒന്നും നിന്റെ ഭവനത്തിന്മേൽ വരാതിരിക്കത്തക്ക വിധം ആഴമായ കഴുകരനായി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നിന്നെ അടർത്തിയെടുക്കുന്ന പകലാണ്. സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചുകൊണ്ട് അവസ്ഥ കാത്തു നിൽക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി ഇന്ന് പകൽ നിന്റെ അടുക്കലേക്ക് വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ഈ ക്ലാസിൻ്റെ ഒടുവിലത്തെ സന്ദേശമായി ഇടപെടുകയാണ്. എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. ശബ്ദമുയരട്ടെ. ചില കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, ചില ബന്ധനങ്ങൾ പൊട്ടി മാറട്ടെ, ചില ആധിപത്യങ്ങളുടെ നുഖങ്ങൾ തകരട്ടെ, ചില തെറ്റിദ്ധാരണകളുടെ പൈശാചിക ആധിപത്യങ്ങൾ തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങൾ പുറത്തു വരട്ടെ. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽ അസാധാരണമായ ആത്മവ്യാപാരം വ്യക്തികളുടെ ശരീരത്തെ തൊടട്ടെ. പാസ്റ്ററെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനം എനിക്കുള്ള ദൈവശബ്ദമാണ്. എനിക്കിന്ന് പകൽ ആ നിലയിൽ നിഷ്കളങ്കമായി ഒരു ദൈവിക വിടുതലിനായി കൊതിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വലതുകരമെന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓ രക്തത്താൽ ജയം. ഞാൻ ആ ഉയർത്തിയ കരങ്ങളോട് പറയുന്നു, ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവസന്നിധിയിൽ ഗൗരവത്തോടെ നിങ്ങൾ വിശുദ്ധ മേശയിലേക്ക് കരം നീട്ടാൻ തുടങ്ങുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്. എലി വിഷം തിന്നുന്നത് പോലെ ഓരോ ദിവസവും കഴിയും തോറും ദൈവം പദ്ധതി ചെയ്തിരിക്കുന്ന ആയുസ് പോലെ ഇടയിൽ മുറിഞ്ഞു മാറത്തക്ക വിധം വിശുദ്ധ മേശയിലേക്ക് തന്നെത്താൻ വിധിക്കാതെ കൈനീട്ടരുത്. ആ കരങ്ങൾ രണ്ടും കർത്താവെങ്കിലും ഉയർത്തിപ്പിടിച്ച്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു എന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ ചൊല്ലി പരിചയിച്ച വിശുദ്ധ മേശയെന്ന് പറയുന്ന കുർബാനയേക്കാൾ ഞങ്ങൾ കാണുന്ന വിശുദ്ധ മേശയിലെ ലളിതമായ കർത്തൃമേശയ്ക്ക് മുൻപിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നു. അതിനേക്കാൾ ഭയത്തോടെ ഞങ്ങൾ ഇതിനെ സമീപിക്കുന്നു. ഈ ഉയർന്ന കരങ്ങളുടെ മേൽ തേജസ്സിൻ്റെ കരം നീട്ടണമേ. ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്ത് സ്വാതന്ത്ര്യം വ്യാപരിക്കട്ടെ. ചില വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ. ഈ പകൽ ഈ ശുശ്രൂഷ ആർക്കും ബാലശിക്ഷയ്ക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് ഈ സദസ്സിനെ നിങ്ങൾ പ്രാർത്ഥിച്ച് കൈമാറുന്നു. ചില കുടുംബങ്ങളുടെ നേരെ ഉന്നം വച്ചിരിക്കുന്ന ദുഷ്ടന്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. കർത്താവ് അത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദിവസനിരിക്കാം. ഗൗരവത്തോടെ കാണുക. വിശുദ്ധ മേശ, അനുഗ്രഹിതമായ വിശുദ്ധ മേശ ഭയത്തോടെ സമീപിക്കുക. ഈ ആത്മീയ ശുശ്രൂഷകളിൽ കരുതിയ സ്നേഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.
കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങും നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങും നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതും നിനക്കേണ്ട നിൻ ഉള്ളിൽ നീ, കള്ളമേതും നിനക്കേണ്ട നിൻ ഉള്ളിൽ നീ, ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്കണേ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്കണേ. ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ പ്രാണനാഥൻ ചാകുന്നു, പ്രാണനാഥൻ പ്രാണനാഥൻ ചാകുന്നു. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ
ദൈവമേ ഓർക്കല്ലേ ഈ മഹാപാപത്തെ. ദൈവമേ ഓർക്കല്ലേ. ശത്രുത്വം വർദ്ധിച്ച പീഡകൾ കൂടിയ ശത്രുത്വം വർദ്ധിച്ച പീഡകൾ കൂടിയ ക്രൂശിന്മേ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ആത്മാവേ ഓർക്ക നീ ഈ മഹാസ്നേഹത്തെ. ആത്മാവേ ഓർക്ക നീ ഈ മഹാസ്നേഹത്തെ. ദൈവത്തിൻ പുത്രനീ സാധുവേ സ്നേഹിച്ചു. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അവൻ പ്രത്യാശയും പ്രഭാതമേ. ആനന്ദദായകനം എൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. ആനന്ദദായകനം എൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. എന്റെ അല്ലലാകെ അകന്നിടും എനിക്കാനന്ദമേ യുഗായുഗം. എന്റെ അല്ലലാകെ അകന്നിടും എനിക്കാനന്ദമേ യുഗായുഗം. വാഗ്ദത്ത നാടതിലെ ശാശ്വതമാം വീട്ടിലെ സേവകർ ദൈവദൂതരല്ലോ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമാം വീട്ടിലെ സേവകർ ദൈവദൂതരല്ലോ. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോളമായി ഞാൻ സ്തുതിച്ചിടും. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോളമായി ഞാൻ സ്തുതിച്ചിടോ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞുപോ അതു കിനാവുപോ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞുപോ അതു കിനാവുപോൽ. നിത്യ തേജസ്സിൻ ഫലമാണതിൻ ഫലമെന്റിയനു നൽകിടോ. നിത്യ തേജസ്സിൻ ഫലമാണതിൻ ഫലമെന്റിയനു നൽകിടോ. ആയത്ര ഭാഗ്യവൻ ജീവിതത്തിനേകിയ
പ്രാണപ്രിയൻ പ്രബോധമേ ആയുധ ഭാഗ്യമൻ ജീവിതത്തിലേകിയ പ്രാണപ്രിയൻ പ്രബോധമേ അവനെന്റെ യുവനിധി കാത്തിടും വനമേഘത്തിൽ എന്നെ ചേർത്തിടും അവനെന്റെ യുവനിധി കാത്തിടും വനമേഘത്തിൽ എന്നെ ചേർത്തിടും തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ അതെന്നാശയേ അതെന്നാനന്ദമേ അത് പ്രത്യാശയും പ്രഭാതമേ അതെന്നാശയേ അതെന്നാനന്ദമേ അത് പ്രത്യാശയും പ്രഭാതമേ അതെന്നാശയേ അതെന്നാനന്ദമേ അത് പ്രത്യാശയും പ്രഭാതമേ അതെന്നാശയേ അതെന്നാനന്ദമേ അത് പ്രത്യാശയും പ്രഭാതമേ